ഇത് ദുനിയാവാണ്, കർമ്മമണ്ഡലങ്ങളുടെ സ്ഥലം. ഇവിടെ നിന്ന് നമ്മൾ വിളയിപ്പിച്ചെടുത്ത അമലുകളാകുന്ന, ആരാധനകളാകുന്ന കാർഷിക വിഭവങ്ങളുമായിട്ട് വേണം ഒറ്റത്തടിയായി ഏകാന്തപഥികനായി 6 അടി മണ്ണിന്റെ ഇരുട്ടറയിൽ മൂടുകല്ലിന്റെ ചോട്ടില് മൈലാഞ്ചി കൊടിയുടെ താഴെ മീസാൻ കല്ലിന്റെ മനോഹരമായിരിക്കുന്ന ശിലകൾക്ക് ചുവട്ടില് നമുക്കൊക്കെ കിടന്നുറങ്ങാൻ, അവിടെ സ്വച്ഛന്തമായി കിടക്കാനാണ് ഇവിടെ നമ്മൾ അഹോരാത്രം പണിയെടുക്കുന്നത്. 6 അടി മണ്ണിനെ വസന്തപൂരിതമാക്കാനാണ് നമ്മൾ ഈ ചൈത്രയാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനിച്ചവരെല്ലാം മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴി ജനിക്കാതിരിക്കൽ മാത്രമാണ്. അത് ജനിച്ചു കഴിഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാധ്യവുമാണ്. മലയാളത്തിലെ കവി നമുക്ക് പറഞ്ഞു തന്ന പോലെ, മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമെന്നൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിന്റെ പിമ്പ് മറ്റൊരന്തമറ്റ ജീവിതം വരിച്ചിടുന്നതാണു മർത്യനുള്ള മേന്മയോർക്കതീ. പടുക്കളെന്നു പേരെടുത്ത പൂർവിക പ്രമാണിമാർ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ടു കേൾവിയില്ലയോ? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്രവിഭ്രമൻ. പടിഞ്ഞാറിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞ് മനോഹരമായി പത്രത്താളുകളിൽ യുടെ നേതാവായ PPPയുടെ അധ്യക്ഷയായ ബേനസീർ ഭൂട്ടോ ലോകത്തോട് വിട പറഞ്ഞതെങ്ങനെയാണ്? സ്വന്തം മണികളെ ആളുകൾ അണിനിരന്ന പാകിസ്ഥാനിന്റെ ലാഹോറിലെ PPPയുടെ വാർഷിക പൊതുസമ്മേളനത്തിന്റെ പരിപാടി അഭിസംബോധന ചെയ്യാൻ ആ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷയായ ബേനസീർ ഭൂട്ടോ തന്റെ സ്വന്തം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ തൊട്ട് മുൻപ് തന്റെ മാർദ്ദവമായ അധരങ്ങൾ രണ്ടും കണ്ണാടി കയ്യിലെടുത്തിട്ട്, ദർപ്പണം കയ്യിലെടുത്തിട്ട് ലിപ്സ്റ്റിക് കൊണ്ട് ചുവപ്പിക്കുന്ന രംഗം പോലും അവസാനത്തെ ക്യാമറ കണ്ണിന്റെ സ്നാപ്പിൽ മാധ്യമ പ്രവർത്തകർ ഒപ്പിയെടുത്തിട്ട് ലോകത്തിന് സംഭാവന ചെയ്തു. അതായിരുന്നു ബേനസീറിന്റെ അവസാന ചിത്രം, ജീവനോടുകൂടെ ഉണ്ടായിരുന്ന അവസാന ചിത്രം. അത് കഴിഞ്ഞ് തന്റെ മുഖകമലങ്ങളെയൊക്കെ തന്നെ വർണ്ണാഭമാക്കി മനോഹരമായിട്ട് താൻ ചമൽക്കാര രൂപിയായി വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തന്റെ അനുയാദ്യമങ്ങൾ ലോകത്തോട് പറയുകയുണ്ടായി, ആ ലിപ്സ്റ്റിക് ഇട്ട് ചുവപ്പിച്ച ചുണ്ടുകള് 6 അടി മണ്ണിലുള്ള ആന്തരികമായ ഭൂഗർഭ അറകളിലുള്ള ഇഴജന്തുക്കളുടെ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള അന്നമായി തീർന്നു. ഭൗതികതയുടെ സൗവറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയൊരു ആത്മീയ ആചാര്യൻ, അദ്ദേഹത്തിന്റെ ശവകുടീരം ഇന്ത്യയിലുണ്ട്. 1932 മുതൽ 1996 വരെ മാത്രമാണ് ഈ ആത്മീയ ആചാര്യനായ ഓഷോ ഇന്ത്യയിൽ ജീവിച്ചത്, ലോകത്ത് ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ശവകുടീരം കാണാൻ പോകുന്ന ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു രംഗമുണ്ട്. എന്താണത്? അദ്ദേഹത്തിന്റെ ശവക്കല്ലറയുടെ ഭിത്തിയുടെ മുകളിൽ മനോഹരമായി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, നെവർ ബോൺ, നെവർ ഡെഡ്, ജസ്റ്റ് വിസിറ്റഡ് പ്ലാനറ്റ് എർത്ത് ബിറ്റ്വീൻ 1932 and 1996. ഞാൻ ഓഷോ, ഞാൻ ഒരിക്കലും ഇവിടെ ജനിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും ഇവിടെ മരിച്ചിട്ടുമില്ല. ജസ്റ്റ് വിസിറ്റഡ് പ്ലാനറ്റ് എർത്ത്, നിങ്ങളൊക്കെ താമസിക്കുന്ന ഭൂമി എന്ന് പറയുന്ന ചിഹ്നഗ്രഹം ഞാനും ഒന്ന് സന്ദർശിച്ചു നിങ്ങളെപ്പോലെ. ബിറ്റ്വീൻ 1932 and 1996, 1932ന്റെയും 1996ന്റെയും ഇടയിൽ ഈ ഭൂമി ഞാൻ സന്ദർശിക്കുക മാത്രമാണ് ചെയ്തത്. അതിൽ ഓഷോ പറയാതെ പറഞ്ഞ ഒരുപാട് സത്യങ്ങളുണ്ട്. അത് നമുക്കൊക്കെ ഉള്ള വലിയ പാഠങ്ങളാണ്. നമ്മൾ കണ്ടല്ലോ, വഫൗക തഖദീരിനാ ലില്ലാഹി തഖദീറു. അതുകൊണ്ട് നമ്മുടെ കണക്കുകൂട്ടലുകൾക്കൊക്കെ അപ്പുറത്താണ് ഉടമസ്ഥനായ വിധിയുടെ വിധാതാവായ തമ്പുരാന്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടൽ നോക്കിയിട്ടാണ് നമ്മുടെ ജീവിതത്തെ ക്രമം നിർണയിക്കേണ്ടത്. അത് നമുക്ക് കണക്കൂട്ടാൻ കഴിയൂല. നമ്മൾ നിർമ്മിച്ച പ്രൊഡക്റ്റുകൾക്കൊക്കെ 5 കൊല്ലത്തെ 10 കൊല്ലത്തെ ഗ്യാരണ്ടിയും വാറണ്ടിയും കൊടുക്കാൻ മനുഷ്യന് സാധ്യമാവാണ്. ജോൺ കൂപ്പർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഫാദർ ഓഫ് മൊബൈൽ ഫോൺ, മൊബൈൽ ടെക്നോളജിയുടെ ഇൻവെൻഷൻ നടത്തിയ അതിന്റെ ഫൗണ്ടറാണ് അദ്ദേഹം.
ജോൺ സ്കൂപ്പറിനോട് പോയി ചോദിച്ചാല് അദ്ദേഹം പറയും, എന്റെ പ്രൊഡക്റ്റ് ആയിരിക്കുന്ന മൊബൈൽ ഫോണിന് വേണമെങ്കിൽ 5 കൊല്ലത്തെ ഗ്യാരണ്ടി കൊടുക്കാൻ എനിക്ക് സാധ്യമാണ്. അപ്പൊ ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കും, പ്രിയപ്പെട്ട ജോൺ സ്കൂപ്പർ, അങ്ങേക്ക് എത്ര കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്? അങ്ങ് നിർമ്മിച്ച മൊബൈൽ ഫോണിന് ഇത്ര കൊല്ലത്തെ ഗ്യാരണ്ടി അങ്ങ് കൊടുത്തു, ശരി. അതിന്റെ നിർമ്മാതാവും ഉപജ്ഞാതാവും അതിന്റെ ഫൗണ്ടറും ഫാദറുമായ അങ്ങേക്ക് എത്ര കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം 2 കൈയും ശൂന്യതയിലേക്ക് മലർത്തിയിട്ട് പറയാണ്, there is a God, he is almighty. എന്റെ പ്രൊഡ്യൂസർ അവനാണ്, ഞാൻ അവന്റെ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് എത്ര കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്ന് നിർണയിക്കുക അസാധ്യമാണ്. ഡെമോക്ലസിന്റെ വാള് പോലെ നമ്മുടെ തലക്ക് മുകളിൽ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകൾ ഇങ്ങനെ ആടിക്കളിക്കുകയാണ്. जिंदगी मिली थी परों को काम आने दिए, दिन रात गुजर गई कागज के टुकड़े कमाने दिए. നമുക്കൊക്കെ അല്ലാഹു തആല ജീവിതം തന്നത് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനാണ്. നമ്മുടെ ജീവിതം മറ്റൊരാളുടെ ഭാരം കുറക്കാനാണ്. നമ്മുടെ വാക്കുകൾ മറ്റൊരാൾക്ക് സമാശ്വാസമാകാനാണ്. നമ്മുടെ ചലനം മറ്റുള്ള ഒരാൾക്ക് ആശ്വാസത്തിന്റെ തെളിനീർക്കണങ്ങളെ സമ്മാനമായിട്ട് കൊടുക്കാനാണ്. അതിനൊക്കെയാണ് ഭൂമി ലോകത്ത് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരോങ്കോ കാമ ആനേലിയെ, മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനും അവർക്ക് സർവീസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നൊരു മനോഹരമായ പ്രത്യയ ശാസ്ത്രം നമ്മളെങ്ങനെ മോൾഡ് ചെയ്തെടുക്കുക. നിന്റെ സ്വഭാവം ഇങ്ങനെയാകണം, നിന്റെ പെരുമാറ്റ രീതി ഇങ്ങനെയാകണം, നിന്റെ ആവാസ വ്യവസ്ഥിതി ഇങ്ങനെയാകണം, നിന്റെ സംസാരം ഇങ്ങനെയാകണം, മറ്റുള്ളവരോടുള്ള നിന്റെ ഇടപെടലുകൾ പോലും ശ്രദ്ധേയമാകണം എന്ന് ഒരു മതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ മതത്തിന്റെ വക്താക്കളായിട്ട് നമ്മളെങ്ങനെ ജീവിച്ച് കാലത്തിന്റെ യവനികയിലൂടെ നടന്നു പോകുമ്പോ നമ്മളെ കണ്ടിട്ട് വേണം ഒരു മതത്തെ അടയാളപ്പെടുത്തപ്പെടാൻ. അപ്പൊ ആ മതമാണ് നമ്മളിലൂടെ വായിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ മുമ്പില് ഞാനും നിങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രതിജ്ഞ ഉണ്ടല്ലോ, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് നമ്മൾ റബ്ബിനോട് പറയാണ് നിസ്കാരത്തില്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, അല്ലാഹുവേ എന്റെ നമസ്കാരം, എന്റെ സർവമാന ആരാധനകളും, എന്റെ ജീവിതവും, എന്റെ മരണം പോലും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ തമ്പുരാനെ നിനക്ക് മാത്രമാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരേ ഇല്ല. വബിദാലിക ഉമിർതു, അവന്റെ ഏകത്വം കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. വഅന മിനൽ മുസ്ലിമീൻ, അതുകൊണ്ട് തമ്പുരാനെ ഞാനൊരു മുസ്ലിമാൻ. സ്വഹാബ വന്നിട്ട് പരിശുദ്ധ റസൂലിനോട് മദീന മുനവ്വറയിൽ വന്നിട്ട് ചോദിക്കുകയാണ്, മനിൽ മുസ്ലിമു യാ റസൂലല്ലാഹ്, ആരാണ് പരിശുദ്ധ റസൂലേ ഒരു സത്യവിശ്വാസിയായ മുസ്ലിം എന്ന് പറഞ്ഞാൽ? ആരാണ് റസൂലേ ഒരു മുസ്ലിം? അള്ളാഹുവിന്റെ റസൂൽ മുസ്ലിമിന്റെ നിർവചനം ചോദ്യകർത്താക്കളായ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത്? 5 നേരം നിസ്കരിക്കുന്നവൻ എന്നാണോ പറഞ്ഞത്? കൈകൊണ്ട് ബട്ടൺ അമർത്തുന്നു, നാവുകൊണ്ട് വോയിസ് വിടുന്നു, കൈകൊണ്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു, അല്ലേ? അപ്പൊ നാവും കയ്യും ഇല്ലാതെ ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസേ ഇല്ല. അത് വാട്സപ്പ് ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, ട്വിറ്റർ ആകട്ടെ, ഇൻസ്റ്റ ആകട്ടെ, അത് ബ്ലോഗ് ആകട്ടെ, അത് ബ്ലോഗ് ആകട്ടെ, ഏത് കാര്യമാകട്ടെ, അതിനൊക്കെ നാവും കയ്യും അനിവാര്യമാണ്. അപ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റസൂല് ഒരു FB കണ്ടെത്തപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ ട്വിറ്റർ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതിന്റെ 1400 സംവത്സരങ്ങൾക്ക് മുൻപ് ഏതൊരു വിഭാഗത്തോടാണ് പരിശുദ്ധ റസൂല് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ജനത മേപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ശൂന്യമായ ആകാശം കാണാൻ, താഴെ നോക്കിക്കഴിഞ്ഞാലോ ചുട്ടുപൊള്ളുന്ന മരുഭൂമി കാണാൻ. അവരുടെ കൈകളിൽ ഒട്ടകത്തെ തെളിക്കാനുള്ള ചാട്ടവാറല്ലാതെ എന്റെ ജീവിതത്തിന് മറ്റൊരു സ്വപ്നമില്ല എന്ന് രായ്ക്ക് രാമാനം ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാട്ടറബിയാൻ, മദ്യപാനത്തിലൂടെ കടന്നുപോയ കാട്ടറബിയാൻ. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറുപോലുള്ളൊരു ജീവിതം, എന്നോ അതിന്റെ ലഹരിയിൽ ഇന്നെന്റെ തുന്തീലതാമനം മൂളിപ്പറക്കണം. കാട്ടറബിയായ ആള്
അന്ന് മുന്തിരിയിൽ നിന്നും അതുപോലെ തന്നെ വാറ്റുചാരായം നിർമ്മിക്കുകയാണ്. ഇപ്പൊ മുന്തിരിയിൽ നിന്നൊക്കെ അങ്ങനെ കള്ളുണ്ടാക്കി അത് നാടൻ മദ്യത്തിന്റെ ചഷകത്തില് പാർന്നു വെച്ചിട്ട് വീപ്പയില് ഒതുക്കി വെച്ചിട്ട് ആ കള്ളിങ്ങനെ കുടിച്ചിട്ട് ലോകത്തോട് ഇങ്ങനെ തിമിർത്താടിയിട്ട് മതോന്മത്തനായിട്ട് രാസലീല പാർട്ടി നടത്തിയിട്ട് ലഹരിയുടെ ആസക്തി കൊണ്ട് പാട്ടുപാടി ജീവിച്ചുപോയ കാട്ടറബിയായ മനുഷ്യൻ അല്ലേ, അവനെ പറ്റിയാണ് പിന്നെ MP അപ്പൻ കവിത പാടിയത്. കാരണം അവന് പിന്നെ എല്ലാം അങ്ങനെയാണ്. ചിന്താസുന്ദര കാവ്യവും ലഘുതരം ബോധ്യങ്ങളും ചിന്തിപ്പൂം പദ പൊങ്ങി വീഞ്ഞു നിറയും സുസ്ഫാടിക കിണ്ണവും കാന്തേ എന്നരികത്തിളം തന്നലായി നീ പാടാനുമുണ്ടെങ്കിലോ കാന്താരസ്ഥലി പോലും ഇന്നിവനുഹാ സ്വർലോകമാണോമലേ. ഉമർ ഖയ്യാമിന്റെ റുബായിയാത്ത് അന്നത്തെ അറബികളുടെ ചരിത്രം മുഴുവൻ നമ്മുടെ മുമ്പിലേക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. അന്നത്തെ അറബി ആരായിരുന്നു? അപ്പൊ അന്ന് മുന്തിരിയിൽ നിന്ന് വാറ്റുചാരായം നിർമ്മിച്ചിട്ട് അതുകൊണ്ട് മതോന്മത്തനായി ജീവിച്ച കാട്ടറബി, ആ കാട്ടറബിയായ പിതാവ് മരണാസന്നനായ നേരത്ത് മക്കളെല്ലാവരെയും വിളിച്ചിട്ട് വസിയത്ത് പറയാൻ, ഇദാമിത്തു ഫദ്ഫന്നി ഇലാ ജംബി കർമതി തുറവി ഇളാമി ബഅദ മൗതി ഉറുഖഹാ. എന്താണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്? മക്കളെ, നിങ്ങളുടെ പിതാവ് മരിച്ചുപോയാൽ ബാപ്പാന്റെ കുഴിമാടം, പിതാവിന്റെ കബറിടം മുന്തിരി വള്ളിയുടെ ചോട്ടിൽ തന്നെ നിങ്ങൾ ഒരുക്കി തയ്യാറാക്കണം. അപ്പൊ മക്കള് വന്നിട്ട് ചോദിക്കുകയാണ് ബാപ്പാനോട്, അല്ല ഉപ്പ, എന്തിനാണ് ഉപ്പാന്റെ കുടീരം, ഉപ്പാന്റെ കബറിടം, ഉപ്പാന്റെ 6 അടി മണ്ണ് ഞങ്ങൾ മുന്തിരി വള്ളിയുടെ ചോട്ടിൽ തന്നെ തയ്യാറാക്കണത് എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട പിതാവ് മക്കളോട് പറയാണ്, ബാപ്പ ഇത്രകാലം മദ്യാസക്തിയോടുകൂടെ ജീവിച്ചപ്പോ ബാപ്പ മദ്യമുണ്ടാക്കിയത് മുഴുവൻ മുന്തിരിവള്ളിയിൽ നിന്നാണ്. അപ്പൊ ഈ മുന്തിരിവള്ളിയുടെ ചോട്ടിൽ നിങ്ങൾ എന്റെ 6 അടി മണ്ണിനെ തയ്യാറാക്കുമ്പോ അതിന്റെ വേരുകളിലൂടെ ഇറ്റിയാഴി എന്റെ കബറിലേക്ക് വീഴുന്ന ശീകരങ്ങളെ, ജലഗണികകളെ മദ്യമായിട്ട് സങ്കല്പിച്ചിട്ട് എനിക്ക് മരണാനന്തര ജീവിതം നയിക്കാനാണ് എന്ന് അഭിലാഷം പ്രകടിപ്പിച്ചു പോയ കാട്ടറബി. അപ്പൊ അവരുടെയൊക്കെ മദ്യത്തോടുള്ള ആസക്തിയുടെ ഡെപ്ത്, അതിന്റെ ആഴം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള ഒരു തലമുറയെ കൈപിടിച്ചിട്ട് ഇങ്ങനെ ആനയിക്കുകയാണ് അല്ലേ. തമ്മീലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കുത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, മർത്യരക്തക്കറ പറ്റിയ ദംഷ്ട്രയിൽ മണ്ണന്തര സ്മൃതി കോർത്ത ബിംബങ്ങളെ സത്യവിശ്വാസ പ്രകാശതാവള്യത്താൽ നിത്യപ്രവാഹാൽ തകർത്ത പ്രബോധക. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ പ്രബോധനത്തെ പറ്റി പിന്നെ മലയാളത്തിന്റെ കവി നമുക്കിങ്ങനെ പാട്ടുപാടി തരികയാണ്. ആരാണ് നബിയെ അങ്ങ്? മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നീലാകാശം കണ്ടപ്പോ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമി കാണുന്ന കാട്ടറബി, ആ കാട്ടറബിയെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയിട്ട് വലിയൊരു മാറ്റത്തിരുത്തലുകളിലേക്ക് അങ്ങ് പരിവർത്തിപ്പിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള കാട്ടറബിയെ പറ്റി പിൽക്കാലത്ത് ചരിത്രം വായിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ സഹാബി പദവിയിലേക്ക് ആരൂഢനാക്കിയിട്ട് പിടിച്ചുകൊണ്ടുവന്നിട്ട് ആ വ്യക്തിയെ പറ്റി അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരികയാണ്. അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബത്ത് വാനലോകത്ത് വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രങ്ങൾക്ക് സമാനമാണ്. അതുകൊണ്ട് എന്റെ സ്വഹാബത്തിൽ നിന്ന് നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് സന്മാർഗമുണ്ടെന്ന് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇസ്ലാം വലിയൊരു പരിവർത്തനത്തിലൂടെ കടന്നുപോയ പ്രത്യയശാസ്ത്രമാണ്. ആ ഇസ്ലാമിനെ ലോകം ഇന്നും വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാധനാലയങ്ങൾ പഠനവിധേയമാക്കപ്പെടുകയാണ്. ഇസ്ലാമിന്റെ മാനവിക സമത്വങ്ങൾ പഠനവിധേയമാക്കപ്പെടുകയാണ്.
ഇസ്ലാമിന്റെ സാമ്പത്തിക അസ്തിത്വങ്ങളും അടിത്തറകളും ഇന്ന് ലോക ചരിത്രത്തിൽ പഠനവിധേയമാണ്. വിശുദ്ധ ഖുർആനിന്റെ മധുരമന്ത്രോച്ചാരണങ്ങൾ ഇന്ന് ലോക ചരിത്രത്തിൽ പഠനവിധേയമാണ്. അതുകൊണ്ട് ഇസ്ലാം ഇന്നും ജാജ്വല്യമാനമായിട്ട് ലോകത്തിന്റെ ഭൂപടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക്, ഏഷ്യൻ രാജ്യങ്ങളിലേക്ക്, അമേരിക്കൻ വൻകരകളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ഉപഭൂഖണ്ഡങ്ങളിലേക്ക് കാട്ടുതീ പോലെ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമായി പരിശുദ്ധ മതം ഇവിടെ മാറുകയാണ്. അതാണ് ഉത്തരേന്ത്യൻ കവി നമ്മളെ പഠിപ്പിച്ചത്. ഇസ്ലാമിക് ഫിത്രത്ത് മേ ഖുദ്റത്ത് ന ലചക്തി ഹേ വൈത്നാ ഹെ ഉബരേഗാ ജിത്നാ കദബാവോഗേ. എവിടെയാണ് ഈ മതം അടിച്ചമർത്തപ്പെടുന്നത്, എവിടെയൊക്കെയാണോ ഈ മതം ആക്ഷേപങ്ങൾ കേട്ടത്, എവിടെയൊക്കെയാണോ ഈ മതത്തിന് അട്ടഹാസങ്ങൾ മതത്തിനെതിരെ കടന്നു വന്നത്, അവിടെയെല്ലാം ഒരു റബ്ബർ ബോൾ പോലെ ആ മതം ചരിത്രത്തിന്റെ ഇടനാഴികളിലൂടെ അതിദ്രുതം അതിശീഘ്രം വളരെ പുരോഗതിയോടെ മുന്നോട്ട് ഗമിക്കുന്ന കാഴ്ചയാണ് ലോകത്തിന് കാണാൻ സാധ്യമായത്. എന്തുകൊണ്ടാണ്? പരിശുദ്ധ മതത്തിന്റെ മൂല്യങ്ങൾ ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുൻ കേരള പോലീസിന്റെ DGP ആയിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന്റെ മനോഹരമായ ഒരു മണിക്കൂർ നീണ്ടുകിടക്കുന്ന പ്രസംഗം ഇന്നും വ്യത്യസ്ത മതക്കാര് കണ്ടിട്ട് യൂട്യൂബിൽ വൈറലായ ചരിത്ര പ്രസിദ്ധമായൊരു പ്രഭാഷണമാണ്. അദ്ദേഹം ക്രൈസ്തവനാണ്. അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്നതിന്റെ കൂടെ സ്വന്തമായി പഠനം നടത്തിയിട്ട് ഗവേഷണം പൂർത്തിയാക്കി PhD നേടിയ ഒരു ഡോക്ടറേറ്റ് നേടിയ ഡോക്ടറായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന്റെ ഒരു മണിക്കൂർ നീണ്ടുകിടക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രഭാഷണം യൂട്യൂബിൽ വൈറലാണ്. ആ പ്രഭാഷണത്തിന്റെ ശീർഷകം തന്നെ ഇങ്ങനെയാണ്: ദി ഇൻട്രൊഡക്ഷൻ സ്പീച്ച് അബൌട്ട് ഇസ്ലാം. ഇസ്ലാമിനെ പറ്റി ഒരു സഹോദര മതസ്ഥനായ ഒരു അഭ്യസ്ത വിദ്യനായ കേരളത്തിലെ പോലീസുകാരുടെ തലതൊട്ടപ്പനായ നായകസ്ഥാനം വഹിച്ചിരുന്ന, ഒരു കാലത്ത് ജയിൽ സൂപ്രണ്ടായതിന്റെ ശേഷം ഒരുപാട് പരിവർത്തനങ്ങൾ ജയിലിൽ തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കച്ചകെട്ടി മുന്നോട്ട് കടന്നു വന്ന് ഒരുപാട് ആളുകളുടെ അഭിനന്ദന പ്രവാഹത്തിന്റെ പാത്രമായി മാറിയ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന്റെ മനോഹരമായ പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയാണ്, മാപ്പിളമാര് മുസ്ലിങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആരാധന അത് ലോക ചരിത്രത്തിൽ വ്യത്യസ്തമാണ്. അത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഉദാഹരണം, അവരുടെ ആരാധനാലയത്തെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അദ്ദേഹം പറയുകയാണ്, ഒരു മുസ്ലിമിന്റെ മസ്ജിദിലേക്ക് കയറുമ്പോ അതിന്റെ തൊട്ട് മുമ്പായിട്ട് അവർ വുളു എടുക്കുകയാണ്, അവർ അംഗസ്നാനം ചെയ്യുകയാണ്. അവര് അംഗസ്നാനം ചെയ്യുന്ന രംഗം പോലും നമുക്ക് കണ്ടുപഠിക്കാനുള്ള മാതൃകാ സമ്പന്നമായ രംഗമാണ്. ആദ്യമായി അവരുടെ വുളു എന്ന് പറയുന്ന ആരാധനയിലൂടെ കൈ മുൻകൈയാണ് കഴുകുന്നത്. ഈ മുൻകൈയിനെ പറ്റി അദ്ദേഹം പറയാണ്, ആരോഗ്യ വകുപ്പിന്റെ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞ ഒരു ശീർഷകം അദ്ദേഹം അവിടെ ടേക്ക് ഔട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ രണ്ട് കൈകളെ പറ്റി വൈദ്യശാസ്ത്രം പറയുന്നത് സ്മോൾ വെഹിക്കിൾസ് ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ കൊച്ചു കൊച്ചു വാഹനങ്ങൾ എന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂല് മദീനത്തൊക്കെ മരുപ്പറമ്പിൽ ടെന്റ് കെട്ടി താമസിക്കുന്നവർ, പള്ളിച്ചെരുവിൽ താമസിക്കുന്നവർ, അങ്ങനെ താമസിക്കുന്നവരോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സ്നാനഘട്ടത്തിൽ ഹൗലിന്റെ അകത്ത് വന്നിട്ട് രാത്രി നിങ്ങൾ കിടന്നുറങ്ങിയടുത്ത് നിന്ന് സുബഹിന്റെ വുളു എടുക്കാൻ നേരെ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിലേക്ക് നിങ്ങളുടെ രണ്ട് കൈകളും പ്രവേശിപ്പിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്കറിയൂല നിങ്ങളുടെ കൈകൾ എവിടെയൊക്കെയാണ് സഞ്ചരിച്ചത് എന്ന് നിങ്ങൾക്കൊരിക്കലും പറയാൻ സാധ്യമല്ല. അതേ പ്രയോഗം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പറയുകയാണ്, ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ആരാധനാലയത്തിന്റെ അകത്തേക്ക് കാലുകുത്തണമെങ്കിൽ, അവൻ അവിടെ സുജൂദ് ചെയ്യണമെങ്കിൽ, അവൻ അതിന്റെ അകത്ത് ഖുർആൻ പാരായണം ചെയ്യണമെങ്കിൽ, അവൻ ഇഅ്തികാഫിന്റെ നിയ്യത്തിരിക്കണമെങ്കിൽ, അവന് ജമാഅത്തായി നമസ്കാര നിർവഹണം നടത്തണമെങ്കിൽ, ആ പള്ളിയുടെ വെളിയിലുള്ള പാർശ്വഭാഗത്തുള്ള സ്നാനഘട്ടത്തിൽ നിന്ന് വുളു എടുത്ത് അംഗശുദ്ധി വരുത്തിയിട്ട് വേണം അവന് അകത്തളത്തിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് മുസ്ലിമിന്റെ ജീവിതം പരിശുദ്ധമാണ്, മുസ്ലിമിന്റെ ജീവിതം പരിപക്വമാണ്.
ഇപ്പൊ കോവിഡ് വന്നപ്പോഴാണ് മാസ്ക്, സാനിറ്റൈസർ, ഡിറ്റർജന്റ് യൂസ് ചെയ്യല്, എങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യണം എന്നുള്ളൊക്കെ വീഡിയോ ക്ലിപ്പുകൾ ഒരുപാടായിട്ട് പ്രചാരം നേടി. യൂട്യൂബിൽ നോക്കിയാൽ കൈ കഴുകേണ്ടതിന്റെ രീതിയാണ്, കൈയിന്റെ വിരലുകളുടെ മടക്കുകള് അല്ലെ, മുഖം കഴുകുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ പറയാണ്, ഒരു കോവിഡ് വരുന്നതിന്റെ പടപ്പുറപ്പാട് നടത്തുന്നതിന്റെ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ആരോഗ്യ വിദഗ്ധനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് നമ്മുടെ മക്കള് പ്രഭാതത്തിന്റെ നൈർമല്യത്തിൽ മദ്രസയിലെ കിതാബുകൾ നെഞ്ചേറ്റിയിട്ട് മതാധ്യാപകന്റെ അടുക്കലേക്ക് ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടി കടന്നു പോകുമ്പോ ഒരു സുപ്രഭാതത്തിന്റെ ശീതളിമയിൽ നമ്മുടെ കുട്ടി ആ കുഞ്ഞിന്റെ സംശുദ്ധമായ മനോമുകുരങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കുന്ന വൈജ്ഞാനിക മലർമണികൾ എന്തൊക്കെയാണ്? ഞാൻ എങ്ങനെ എൻ്റെ കൈ കഴുകണം, ഞാൻ എങ്ങനെ വായിൽ വെള്ളം കൊപ്പിളിക്കണം, ഞാൻ എങ്ങനെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, ഞാൻ എങ്ങനെ എൻ്റെ മുഖത്തിന്റെ അതിർത്തികൾ നിർണയിക്കണം, ഞാൻ എങ്ങനെ തല തടവണം, ഞാൻ എങ്ങനെ കാല് കഴുകണം. മനോഹരമായ ഒരു ആഖ്യാനം പോലെ, ഒരു കവിത പോലെ, ഒരു രാഗം പോലെ, ഒരു ശ്രുതി പോലെ നമ്മുടെ കുഞ്ഞുമക്കള് എത്ര മനോഹരമായിട്ടാണ് ആരാധനാ മൂല്യങ്ങളെ പരിചയപ്പെടുന്നത്. അത് പിൽക്കാലത്ത് ഇസ്ലാമിന്റെ പുറത്തുള്ള ഒരു ചരിത്ര പണ്ഡിതനായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നെടുനായകത്വം വഹിച്ച ഒരു DGP ലോകത്തിന്റെ മുമ്പിലേക്ക് വളരെ ആശ്ചര്യം കൂറിയിട്ട് അത്ഭുത പരതന്ത്രനായിട്ട് തന്റെ പ്രഭാഷണ മധ്യേ സമർത്ഥിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു അമൂല്യ വസ്തുവിന്റെ വില നമുക്കറിയൂല. നമ്മുടെ കയ്യിലിരിക്കുന്ന അമൂല്യ വസ്തുവിന്റെ വില നമുക്കറിയാത്തോണ്ടാണ് എത്ര നേരമാണ് നമ്മൾ അങ്ങനെ വുളൂ ചെയ്യുന്നത്. ഒരു വുളൂഇന്റെ ഭാഗമായിട്ട് നമ്മൾ മുൻകൈ കഴുകുന്നത് എത്ര നേരമാണ്. അത് കഴിഞ്ഞു സ്മാൾ വെഹിക്കിൾ ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ ഈ കൊച്ചു വാഹനങ്ങളെ നന്നായി ക്ലീൻ ചെയ്തതിന്റെ ശേഷം പിന്നെ നമ്മൾ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നു, മൂക്കിലേക്ക് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഒരു കൈ കൊണ്ട് കയറ്റാണ്, മറു കൈ കൊണ്ട് അതിനെ ചീറ്റാണ് എന്ന് പറയാണ്. ബ്രെയിൻ ട്യൂമറുകള് കൂടുതലായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മംഗലാപുരം മെഡിക്കൽ കോളേജുകളുടെ ആസ്ഥാന മന്ദിരമാണ്, മെഡിക്കൽ കോളേജുകളുടെ ആതുരാലയങ്ങളുടെ ഒരു ഗേഹമാണ്, ആതുരാലയങ്ങളുടെ, ആശുപത്രികളുടെ, ചികിത്സാലയങ്ങളുടെ സ്ഥിരാമണ്ഡലമാണ്. ഞാനത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എത്രയെത്ര രോഗികളാണ് ക്യാൻസർ ബാധിതരായിട്ട് കിടക്കുന്നത്. യുവാക്കളിലടക്കം ബ്രെയിൻ ട്യൂമറുകൾ കടന്നു വരികയാണ്. കാരണം എന്താണ്? ഇന്നത്തെ പൊടിപടലങ്ങൾ. അതുകൊണ്ട് ഇന്ന് മുഴുവൻ അമ്ലഗണങ്ങളാണ്. വ്യാവസായിക ശാലകൾ തുപ്പിക്കൊണ്ടിരിക്കുന്ന പുകപടലങ്ങള് അന്തരീക്ഷത്തിന്റെ ഊഷ്മാവിൽ ലയിക്കുകയാണ്. അതാണ് മഴയോട് കൂടെ വരുന്നത്, അതാണ് വായുവിന്റെ കൂടെ വരുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് ഈ അമ്ല പൊടിപടലങ്ങളും പുകകളും അമ്ലഗണങ്ങളും വ്യാവസായിക ശാലകളിലെ കരിപ്പുകകളും ഒക്കെ തന്നെ മനുഷ്യൻ ശ്വസിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. ഈ ശ്വസന വ്യവസ്ഥ ഇതിലൂടെയാണ് നടക്കുന്നത്, അത് മൂക്കിലൂടെയാണ്. ഈ മൂക്കിലൂടെ ഈ പൊടിപടലങ്ങളും അമ്ലങ്ങളും പുകകളും നമ്മൾ വലിച്ചു കയറ്റുമ്പോൾ നമ്മുടെ മൂക്കിന്റെ പരിസരങ്ങളിലുള്ള രോമങ്ങളില് അതിന്റെ മിക്ക സാധനങ്ങളും അടിഞ്ഞുകൂടുകയാണ്. അതൊരു 10 മിനിറ്റോ 15 മിനിറ്റോ ആകുമ്പോൾ കുഴപ്പമില്ല, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അതിനകത്ത് രാസപരിവർത്തനങ്ങൾ സംഭവിക്കാൻ, അത് വീണ്ടും നമ്മൾ ശ്വസിക്കാൻ. നമ്മൾ ഓരോ ഓക്സിജന്റെ അളവ് ശ്വസിക്കും തോറും ഈ മൂക്കിന്റെ രോമകൂപങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഈ അമ്ലമയമായിരിക്കുന്ന പുകപടലങ്ങള്, ഈ ധൂളികള് നമ്മൾ എന്ത് ചെയ്യാണ്? അറിയാതെ നമ്മൾ വലിച്ച് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് കയറ്റാൻ. ഈ മൂക്കിന്റെ ദ്വാരത്തിലെ ശ്വാസം നേരെ പോകുന്നത് മനുഷ്യന്റെ ബ്രെയിനിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ ശ്വാസോച്ഛ്വാസ പ്രക്രിയ, ശ്വസന വ്യവസ്ഥകൾ നടത്തുന്നു, അത് മുഴുവൻ നമ്മുടെ ഈ അമ്ലങ്ങൾ മുഴുവൻ നമ്മുടെ ബ്രെയിനിലേക്ക് കയറി അത് അവസാനം ബ്രെയിൻ ട്യൂമറായി മാറുകയാണ്. അതിന് 1 വർഷമോ 2 വർഷമോ 5 വർഷമോ ഒക്കെ സമയമെടുത്തേക്കാം. എന്നിട്ട് വൈദ്യശാസ്ത്രം പറയാണ് മാസ്ക് ഇട്ട് നടക്കലാണ് അഭികാമ്യം. ഇനി മാസ്ക് ഇട്ട് നടന്നാൽ തന്നെ പുതിയ ലോകത്തൊരു മനുഷ്യൻ ബ്രെയിനിന് രോഗം സംഭവിക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ അവൻ ബ്രെയിനല്ല ക്ലീൻ ചെയ്യേണ്ടത്. അവൻ കഴിയുമെങ്കിൽ 1, 2, 3 പ്രാവശ്യം അവന്റെ മൂക്കിന്റെ അകംഭാഗം ശുദ്ധമായ വെള്ളം എടുത്തിട്ട് സ്നാനം ചെയ്യാൻ ശ്രമം നടത്തണം. മുഹമ്മദ് ഈസ് നോട്ട് ഓൺലി എ പ്രൊഫറ്റ്
but the greatest doctor of the world, but the greatest scientist of the world. കാരണം എന്നാ ഇത് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒട്ടകത്തിന്റെ മൂക്ക് കയർ ഇങ്ങനെ പിടിച്ച് ശൂന്യമായ മരുഭൂമിയിലൂടെ ഊര് തണ്ടിക്കൊണ്ടിരിക്കുന്ന കാട്ടറബിയോട്, ആ അറബി മേപ്പെട്ട് നോക്കിയാൽ കാണുന്നത് ആകാശാണ്, ആ അറബി താഴേക്ക് നോക്കിയാൽ കാണുന്നതോ ചുട്ടുപൊള്ളുന്ന മരുപ്പറമ്പാൻ. തന്റെ കയ്യിൽ ഒട്ടകത്തെ ചളിക്കാനുള്ള ചാട്ടവാറല്ലാതെ ഞാൻ ശൂന്യനാൻ, ഞാൻ വിവരദോഷിയാൻ, ഞാൻ പഠിച്ച ആളല്ല, ഞാൻ പണ്ഡിതനല്ല, ഞാൻ പാമരനാൻ എന്ന് ലോകത്തോട് നാഴികയ്ക്ക് 40 പ്രാവശ്യം വിളിച്ചു പറഞ്ഞ കാട്ടറബിയെ വിളിച്ചിട്ട് പരിശുദ്ധ റസൂല് പറയാണ്, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എങ്ങനെയാണ് ഒട്ടകം പടക്കപ്പെട്ടത് എന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ടോ മനുഷ്യരെ? എന്നാൽ ഇത് പഠിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും ജുമക്ക് കേൾക്കുന്ന സൂറത്താണ് ഈ തക്ബീർ കെട്ടുന്ന ഒരു വലിയൊരു സഭ അല്ലേ? ജുമാ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ജുമാ മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാല് നുഖ്തത്തുൻ സൗദാ, ഒരു ബ്ലാക്ക് മോള് അല്ലാഹു തആല ഇവന്റെ കൽബിൽ കൊണ്ടുപോയിടും. ഇവന്റെ കൽബിന് അല്ലാഹു സീല് വെക്കും. ഇവൻ എന്നെ മനഃപൂർവ്വം തിരസ്കരിച്ചവരുടെ, കേടികളുടെ ബ്ലാക്ക് ലിസ്റ്റിലാണ്, ഹിറ്റ് ലിസ്റ്റിലാണ്. അവൻ വേറൊരു കാറ്റഗറിക്ക് മാറ്റി നിർത്തപ്പെട്ടു. അത്രയും പവിത്രമായൊരു ചടങ്ങാണ് ഈ ജുമാ. എന്നാൽ ആ ജുമാന്റെ 2ാമത്തെ റക്അത്തില് നമ്മൾ ഓതുന്ന വളരെ പരിശുദ്ധമായ സുന്നത്തുള്ള സൂറത്തുണ്ട്. ആ സൂറത്ത് ഖതീബ് അങ്ങനെ ഓതും, ഇമാം അങ്ങനെ ഓതും. നമ്മളത് എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഓതുമ്പോൾ നമ്മൾ കേൾക്കുന്ന തലമുറയോട് ഈ വേദഗ്രന്ഥവും ഈ വേദഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവായ തമ്പുരാനും പറയുന്നത്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ജുമാക്ക് തക്ബീർ കെട്ടാൻ വന്ന ജനങ്ങളെ, ജനസഹസ്രങ്ങളെ, ജനപദങ്ങളെ, നിങ്ങൾ ഒട്ടകത്തെ പറ്റി പഠിക്കുന്നില്ലയോ? എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെട്ടത്? ഈ ആയത്ത് എത്ര കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങി. മതപണ്ഡിതന്മാർ ഇത് പറഞ്ഞ എന്താ അറിയോ? ഒട്ടകത്തെ പറ്റി നമ്മളോട് പഠിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം ജന്തുശാസ്ത്രം പഠിക്കാനാണ്, സുവോളജി പഠിക്കാനാണ്. ജന്തുശാസ്ത്രം സയൻസിന്റെ ശാഖകളിൽപ്പെട്ട ഒരു പ്രധാനമായ ബ്രാഞ്ചാണ്. അത് കേട്ടിട്ട് നമ്മളിൽ എത്ര പേര് സുവോളജി പഠിച്ചു? കൈഫ ഖുലിഖത്, എങ്ങനെ ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടു? ദി ഷിപ്പ് ഓഫ് ഡിസേർട്ട്, മരുഭൂമിയിലെ കപ്പൽ എന്ന് ചരിത്രം അതിന് വെറുതെ പേര് കൊടുത്തല്ല. നല്ല സ്റ്റാമിനുള്ള, നല്ല ഇന്ധനക്ഷമതയുള്ള സാധനമാണ്. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുക. ഒട്ടകത്തിന്റെ നാവൊന്ന് എടുത്തു നോക്കൂ, അത് പരുപരുത്തതാണ്. അതുകൊണ്ട് ഏത് ബലിഷ്ഠമായിരിക്കുന്ന ധാതുക്കള് തന്റെ വായിലൂടെ കടന്നുപോയാലും അതിനൊക്കെ ഞെരിച്ച് ചവച്ച് ഇടിച്ച് പാകപ്പെടുത്തിയിട്ട് അത് ഡൈജഷൻ ഫങ്ഷൻ ക്ലിയർ ആക്കാൻ അതിന്റെ നാവിന് അനായാസമായ ത്രാണിയുണ്ട്. അതിന്റെ ദന്തനിരകൾ പഠിച്ചു നോക്കൂ. ശാസ്ത്രം നമ്മളോട് പറയാണ് മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണ് ഒട്ടകത്തിന്റെ പല്ലുകളുടെ നിരകള്, അതും വ്യത്യസ്തമാണ്. അതിന്റെ പൂഞ്ഞ പഠിച്ചു നോക്കൂ, അതിന്റെ കാലിന്റെ കുളമ്പുകൾ പഠിച്ചു നോക്കൂ, അതിന്റെ പുരികം, ഓരോന്നും പഠനവിധേയമാണ്. ഒട്ടകത്തിന്റെ ഷേപ്പ് പോലും ലോകത്തെ അത്ഭുതപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഒട്ടകത്തെ മാത്രം പഠിച്ചാൽ പോരെ, കൈഫ ഖുലിഖത്, ജന്തുശാസ്ത്രം പഠിക്കണം. ഓരോ ജന്തുക്കളെയും പഠിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാകും. അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെ ലോകത്തെ പറ്റി പഠിക്കാൻ തുനിയുന്നതിന്റെ മുമ്പ് ഞാനായിരുന്നു ലോകത്തെ ഏറ്റവും വലിയവൻ എന്ന് എനിക്ക് തോന്നി. ലോകത്തെ പറ്റി 10 കൊല്ലം പഠിച്ചപ്പോ ഞാൻ ചെറുതായി. ലോകത്തിന്റെ സംവിധായകനായ ദൈവം തമ്പുരാൻ വലുതായി. ദൈവനിഷേധിയായ അരിസ്റ്റോട്ടിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സത്യമാണ്. എന്തേ? പഠിച്ചപ്പോഴാണ് നമ്മൾ ചെറുതായത്. അപ്പൊ പഠിക്കണം. നമ്മൾ ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടാനെങ്കിലും നമ്മൾ പഠിക്കണം. കാരണം എന്താണ്? ഒരു സ്കൂളിലേക്ക് പോലും കടന്നു പോവാത്ത പൂച്ച എത്ര വലിയ മിണ്ടാപ്രാണിയാണ്. ആ പൂച്ച നഴ്സറിയിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. ആ മിണ്ടാപ്രാണിയായ പൂച്ച എവിടെയും പഠിക്കാൻ പോകാതിരുന്നിട്ട് പോലും എങ്ങനെയാണ് മലമൂത്ര വിസർജനം ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് പഠിക്ക്. നമ്മളൊന്ന് അപഗ്രഥനം നടത്ത്. നമ്മളൊന്ന് അതിനെ മാറി നിന്ന് നിരീക്ഷിക്ക്. മാറി നിന്ന് നിരീക്ഷിക്കണം. അല്ലെങ്കിൽ ആ ജീവിക്ക് അത് അലോസരമാണ്. നമ്മളെക്കാൾ മാന്യത കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ആ ജീവി ആൾപെരുമാറ്റമില്ലാത്ത സ്ഥലത്തേക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ കടന്നുപോയത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? വളർന്നു വരുന്ന പൂച്ചയുടെ കുട്ടികളാണെങ്കിൽ പോലും, പൂച്ചക്കിടാവാണെങ്കിൽ പോലും അത് മലമൂത്ര വിസർജനത്തിന്റെ ശങ്കയുണ്ടാകുമ്പോ ആളുകൾക്കിടയിൽ നിന്ന് ദൂരേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ട് ഉറച്ച ഭൂമിയല്ലാത്ത, ഉറക്കാത്ത ഭൂമി തിരഞ്ഞെടുക്കുകയാണ്. എന്തിന്? അവിടെ വേണം കൃത്യനിർവഹണം നടത്താൻ. ആദ്യം മലമൂത്ര വിസർജനം ചെയ്യുന്നതിന്റെ മുമ്പ് തന്റെ 2 കൈകാലുകളെ കൊണ്ട് അവിടെ കുഴിയുണ്ടാക്കുകയാണ്. ആ കുഴിയിലേക്കാണ്
മലമൂത്ര വിസർജനം ചെയ്യുന്നത്. എന്നിട്ട് അപ്പാടെ അത് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോരുന്നില്ല, മറുകൈ കൊണ്ട് ആ കുഴി മൂടുകയാണ്, എന്നിട്ടും തിരിച്ചു പോരുന്നില്ല. തന്റെ മൂക്ക് കൊണ്ടത് പരിശോധന നടത്തുകയാണ്. ഞാൻ കുഴി മൂടിയിട്ടുണ്ട്, ശരിയാണ്, പക്ഷേ എന്നിട്ടും ഇതിന്റെ സുഷിരങ്ങളിലൂടെ എന്റെ മലമൂത്ര വിസർജ്യങ്ങളുടെ ദുർഗന്ധം മനുഷ്യന്മാരുടെ നാസാരന്ധ്രങ്ങൾക്ക് അലോസരം സൃഷ്ടിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ട് പൂച്ച വീണ്ടും അത് പുനഃപരിശോധന നടത്തുകയാണ്. ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ വീണ്ടും തന്റെ കൈ കൊണ്ട് കുഴി മൂടിയിട്ടല്ലാതെ ഒരു നഴ്സറി ക്ലാസ് റൂമിലേക്ക് പോലും വിദ്യ അഭ്യസിക്കാൻ കടന്നു പോവാത്ത പൂച്ച തയ്യാറായിട്ടില്ല. എന്നിട്ടാണ് അത് തിരിച്ചു വരുന്നത്. ആ പൂച്ചയുടെ പ്രസവരംഗങ്ങൾ ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല. പൂർണ്ണ ഗർഭിണിയായിട്ട് തള്ളമാതാവായ ഒരു പൂച്ച പ്രസവിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പേറ്റുനൊമ്പരം, പ്രസവ നൊമ്പരം പേറിയിട്ട്, പേറ്റുനോവ് പേറിയിട്ട് പല വീടുകളിലൂടെ ഇങ്ങനെ നടക്കും. അപ്പൊ ആ മിണ്ടാപ്രാണിയുടെ കരച്ചിലിന് താളഭ്രംശങ്ങളൊക്കെ ഉണ്ടാകും. ഒരു വ്യതിയാനം നമുക്ക് കേൾക്കാൻ സാധിക്കും. സാധാരണ കരച്ചിലല്ല. ആ പൂച്ചനായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ഉമ്മമാർക്ക് മനസ്സിലാകും. അതിന് സുരക്ഷിതമായി ജനങ്ങൾ കാണാതെ ഒരു പ്രൈവസിയുള്ള സ്ഥലം പേറെടുക്കാൻ വേണ്ടി തെരഞ്ഞു നടക്കുകയാണ്. 2-3 ദിവസം കഴിയുമ്പോൾ ആൾപെരുമാറ്റമില്ലാത്ത പണി നടന്നിട്ട് ബംഗാളി തൊഴിലാളികളൊക്കെ കോവിഡ് കാലമായതിന്റെ പേരിൽ പണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് നാട്ടിലേക്ക് പോയപ്പോൾ കാലിയായി കിടക്കണ ഒരു വീടുണ്ടായിരുന്നു. പാതി വഴിയിൽ ഉപേക്ഷിച്ച വീട്. ആ വീട്ടിന്റെ അകത്ത് ആൾപെരുമാറ്റമില്ലാത്തൊരു റൂമിന്റെ അട്ടപ്പെട്ടിയുടെ അകത്തുണ്ട് വളരെ സ്വസ്ഥമായിട്ട് 5 മക്കൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുത്തിട്ട് തള്ളപ്പൂച്ച കിടക്കുന്നു. അപ്പോഴാണ് ആളുകൾ ചോദിച്ചത്, ഇതെപ്പ പ്രസവിച്ചു? സ്വന്തം സ്വകാര്യതയെ എത്ര പവിത്രമായിട്ടാണ് ഒരു ജീവി കാലത്തിന്റെ കാവ്യരൂപം പോലെ കൈകാര്യം ചെയ്യേണ്ടത്. അവിടെയൊക്കെ ഫാൾട്ട് സംഭവിച്ചത് ആർക്കാണ്? നമുക്കാണ്. ബിക്കോസ് നമ്മൾ ഇൻബിൽട്ട് അല്ല. ഇൻബിൽട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിച്ച ഉടനെ തന്നെ അസംബിൾ ചെയ്യപ്പെട്ട സാധനം. ഒരു പൂച്ചക്ക് അത് ഇൻബിൽട്ടാണ്. അത് ജനിച്ചപ്പോൾ അള്ളാഹു അതിന് ഇൽഹാമ് കൊടുത്തിട്ടുണ്ട്. നീ നിന്റെ മരണം വരെ ഇങ്ങനെ ജീവിച്ചാൽ മതി. അതുകൊണ്ട് അതിന് നീന്താൻ അറിയാം. അത് നീന്താൻ പഠിക്കാൻ പോയിട്ടില്ല. ഒരു പോത്തിന് പെട്ടെന്ന് പുഴയിലേക്ക്, അതിനെ നേത്രാവതി പുഴയിലേക്കാണ്ട് തള്ളിയിട്ട് കഴിഞ്ഞാൽ നേത്രാവതി പുഴക്ക് എത്ര വീതി ഉണ്ടെങ്കിലും കൂലം കുത്തി ഒഴുകുന്ന പ്രളയ ദുരിതം പോലെ ജലപ്രവാഹം കടന്നു വരുന്നുണ്ടെങ്കിലും പുഴയുടെ ഓളപ്പരപ്പുകൾക്ക് മുകളിലൂടെ അനായാസം കായികക്ഷമതയോടുകൂടെ മേനി ചലിപ്പിച്ചിട്ട് മറുകരയെത്താൻ ഇത്രകാലം വെള്ളം കാണാത്ത നാക്കാലി പോത്തിന് സാധ്യമാണ്. അത് സ്വിമ്മിംഗ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. പിന്നെ അത് ജനിച്ചപ്പോൾ അല്ലാഹു തആല അതിന് തബഈയായിട്ട് കൊടുത്തൊരു സാധനമാണ്. നമ്മളോ? നമുക്കൊന്നും തന്നില്ല. നമുക്ക് ബുദ്ധി തന്നു, വിവരം തന്നു. നമ്മുടെ കയ്യിൽ ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ നിനക്ക് ആ ചോയ്സ് ഉണ്ട്, ഈ ചോയ്സ് ഉണ്ട്. എന്നിട്ടോ നമ്മുടെ കയ്യിൽ ഓപ്ഷൻ തന്നു. നിനക്ക് ഓപ്ഷനബിൾ ആണ്, എല്ലാ കാര്യവും ഓപ്ഷനബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മളെ ചെറുപ്പക്കാർ ഇവിടെ വന്നിരിക്കുന്നു. അവർ ബെസ്റ്റ് ഓപ്ഷനാ തിരഞ്ഞെടുത്തത്, അല്ലേ? ഈ സമയത്ത് എത്ര കളിക്കളങ്ങൾ സജീവമാണ്. മെസ്സിയുടെ ചോരയുടെ തിളപ്പ് ആറിയിട്ടില്ല. എംബാപ്പയുടെ ശരീരത്തിലെ ചോരയുടെ തിളപ്പ് നമ്മുടെ ചെറുപ്പക്കാരന്റെ സിരയിൽ നിന്ന് ആറിപ്പോയിട്ടില്ല. നെയ്മറിൻ്റെത് ആറിപ്പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാഴ്സലോണയും റയൽ മാഡ്രിഡും അതുപോലെ തന്നെ മറ്റുള്ള ക്ലബ്ബുകളൊക്കെ തന്നെ മാറി മാറി നമ്മുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഖത്തറിലെ ഫിഫ വേൾഡ് കപ്പിന്റെ തരംഗങ്ങളും അലയൊലികളും കെട്ടൊടുങ്ങിയിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് എത്ര വള്ളം പാർന്ന് കെടുത്താൻ ശ്രമിച്ചിട്ടും കെട്ടുപോവാത്ത ആരവങ്ങൾ നിലക്കാത്ത കളിക്കളങ്ങൾ കാസർഗോഡിന്റെ പുൽമൈതാനങ്ങളെ ഇന്നും സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ചൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങോട്ട് പോയവരുണ്ട്. അപ്പുറത്ത് ഞാൻ മലപ്പുറത്ത് നിങ്ങോട്ട് പോരുന്ന വഴിയിൽ ഒരുപാട് സർക്കസിന്റെ കൂടാരങ്ങളെ കണ്ടു. അതും മനുഷ്യനാണ്. അവന്റെ ഐന്ദ്രജാലികതയായി, അവന്റെ ആത്മബോധങ്ങളാണ്. അത് ചില ആൾക്കാർ ചൂസ് ചെയ്യാനുണ്ടായത് കൊണ്ടാണ് സർക്കസ് വിപണികൾ ഉണരുന്നത്, ചന്തകൾ ഉണരുന്നത്, സിനിമാ തിയേറ്ററുകൾ ഉണരുന്നത്, ടിക്കറ്റിന് ആള് കിട്ടാതെ എന്താ പറയാ കരിഞ്ചന്തയിൽ പോലും ടിക്കറ്റുകൾ വിൽക്കപ്പെടുന്നത്. എല്ലാത്തിനും ആളുണ്ട്, ലോകത്തെല്ലാത്തിനും ആളുണ്ട്. എന്തേ? അത് അവരവർക്കുള്ള ചോയ്സാണ്. നമ്മളോട് നമ്മുടെ പ്രൊപ്പഗേറ്റർ, നമ്മുടെ പയമ്പറായ, നമ്മുടെ ലോകനായകനായ കരളിന്റെ കഷ്ണമായ ഹൃദയത്തിന്റെ തുടിപ്പായ ചെങ്കിലച്ചോരയായ മുഹമ്മദ് തിരുമേനി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്,
ഞാനും എൻ്റെ സ്വഹാബത്തും ജീവിച്ചൊരു പാത ഉണ്ടല്ലോ, അതനുസരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ, ഞാൻ പോകുന്ന സ്വർഗത്തിലെത്താം. നാളെ ഞാൻ ചാവി എടുത്ത് തിരിച്ചിട്ട് ഉദ്ഘാടനം ചെയ്ത് തുറക്കണ സ്വർഗത്തിൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് കയറി വരാം. അതിനാണ് നമ്മളിപ്പോൾ ഈ പണിയൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു ബൂസ്റ്റർ ഡോസാണ്. ഇപ്പൊ കോവിഡ് വന്നപ്പോൾ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും കഴിഞ്ഞതിന് ശേഷം എടുത്ത ഡോസാണ് ബൂസ്റ്റർ ഡോസ്. ഞാൻ ചോദിക്കട്ടെ, ദീനിന്റെ വിഷയത്തിൽ നമുക്കൊരു ബൂസ്റ്റർ ഡോസ് ഉണ്ട്. അത് ഇതാണ്. ഈ മജ്‌ലിസിൽ ഇപ്പൊ നമ്മുടെ കൽബിൽ കുറെ കാലമായിട്ട് നമ്മൾ കേട്ട മഅലൂമാത്ത് തന്നെ കാലം, ഈ കേട്ടത് തന്നെ കേൾക്കുമ്പോഴും പുതുമയുണ്ടാക്കുന്ന സാധനം ദീന് മാത്രമാണ്. കാരണം എന്താ? പഠിച്ചോനെ ഇത് ഖബറിൽ വിളിച്ചാണല്ലോ, ഇത് സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിൽ എനിക്ക് കിട്ടുന്ന വേഗതയാണല്ലോ, ഇത് നാളെ ഹിസാബ് നടക്കുമ്പോ മീസാൻ എന്ന തുലാസിന്റെ നന്മതിന്മകളുടെ തട്ടിലിട്ടിട്ട് എന്റെ നന്മതിന്മകൾ തുലനം ചെയ്യപ്പെടുമ്പോ എന്റെ നന്മകൾ വിക്ഷേപിച്ചിരിക്കുന്ന തട്ടിന് കനം കൊടുക്കുന്ന കട്ടിയാണല്ലോ തമ്പുരാനെ. അത് മനസ്സിലാക്കിയിട്ട് ദീനിന്റെ സദസ്സിനെ ചൂസ് ചെയ്ത ആളുകൾ അവരുടെ കൽബിലേക്ക് അല്പമണിക്കൂറുകൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നൽകുന്നത് ദീനിന്റെ ഈമാനികമായൊരു റീചാർജിംഗ് ആണ്. ഇതൊരു റീചാർജിംഗ് ആണ്. നമ്മുടെ മൊബൈലിന്റെ ഫോണിന്റെ ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ എത്ര സിഗ്നൽ നമുക്ക് കിട്ടും? ആ ഫോണ് സിഗ്നൽ തന്നിട്ടില്ലെങ്കിലും നമ്മളെ മുഖത്ത് അതിന്റെ സിഗ്നൽ കാണൂലേ? ഒരു അസ്വസ്ഥത, സംസാരിക്കാനൊന്നും ഒരു സുഖമില്ല. എന്റെ ഫോൺ ബാറ്ററി ലോ ആണ് എന്ന് കുറച്ച് കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് ചാർജ് ചെയ്യാൻ ഫെസിലിറ്റി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് സ്വിച്ച് ഓഫ് ആകും. അപ്പൊ ഞാൻ ഇരുട്ടിലാകും. ഫോൺ സ്വിച്ച് ഓഫ് ആയാൽ ഇരുട്ടിലാകുന്ന ഒരു ലോകം, അവിടെയാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫോണ് റീചാർജ് ചെയ്യാൻ നമുക്കൊരു ചാർജർ കിട്ടി, ഒരു റോക്കറ്റ് ചാർജിങ് നമ്മൾ നടത്താൻ, ഒരു ഫാസ്റ്റ് ട്രാക്കിലൂടെ നമ്മൾ ചാർജ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉന്മേഷം, ഒരു സമാധാനമുണ്ട്. എന്തേ? ഞാൻ രക്ഷപ്പെട്ടു, ഇപ്പം എൻ്റെ ലോകം എൻ്റെ കൈപ്പിടിയിലായി. അപ്പോൾ ഒരു ഫോണ് കയ്യിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ 5G 4G ഡാറ്റയൊക്കെ ഉപയോഗിച്ച് ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു ലോക മുതലാളിയുടെ, ലോക കോടീശ്വരന്റെ വീരപരിവേഷമാണ് ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുള്ളവന്. അത് ഒരു അർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇപ്പാണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരു ഫ്രണ്ടായിട്ട് നമുക്ക് ശരിക്കും ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ നടത്താം. അപ്പൊ അത്രയും ടെക്കിയായി നമ്മളൊക്കെ, അത്രയും ടെക്നോളജിയുടെ അഡിക്റ്റായി. അതുകൊണ്ട് 10 ഏക്കറുള്ള ആജിയാര് പണ്ടത്തെ കാലത്തെ ജന്മിയായിരുന്നു, വലിയ മുതലാളിയായിരുന്നു. ഇന്ന് എന്ത് 10 ഏക്കർ എന്ത്, ഇന്ന് ഹെക്ടർ കണക്കിന് ഭൂമിയുള്ള ആൾ എന്ത്. ഇന്ന് കൊച്ചിയിലെ കിങ് ഫ്രൈയിലെ സ്മാർട്ട് സിറ്റിയിലോ ടെക്നോ പാർക്കിലോ IT സൈറ്റിന്റെ അകത്ത് ഇത്ര പോകുന്ന ഒരു ബിസിനസ് സ്പേസ് ഉണ്ടെങ്കിൽ അവനാണ് മില്യണർ, അവനാണ് ബില്യണർ, അവനാണ് ട്രില്യണർ, അവനാണ് മൾട്ടി മില്യണർ. ലോകം അത്രയും മാറി. അപ്പൊ ആ കണക്കിന് ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ അതങ്ങനെ കിടന്നോട്ടെ. അപ്പൊ ലോകത്തിന്റെ സാധ്യതകളൊക്കെ മാറി. നമ്മുടെ വീടൊക്കെ ഇന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഫുൾ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളാണ്. അലക്സ നിയന്ത്രിക്കുന്ന എത്ര വീട് കാസർഗോഡ് ജില്ലയിലുണ്ട്. ഒരു അതിഥി വരുമ്പോഴേക്ക് അതിഥി അപ്പുറത്ത് വന്നാണ്ട് വിളിച്ചു പറയാണ്, ഞാൻ ഇവിടെ ഗേറ്റിന്റെ പുറത്തും കേട്ടോ, ഗേറ്റ് ലോക്കാണ്. അപ്പൊ പെരക്കാരത്തി പെണ്ണ് പറയാണ്, അലക്സ ഓപ്പൺ ദി ഡോർ, അലക്സ ഓപ്പൺ ഡോർ ചെയ്യാൻ, ഡോർ ഓപ്പൺ ചെയ്യാൻ, അലക്സ പ്ലേ ദി മ്യൂസിക്. എല്ലാം അലക്സയാണ്. വെടുപ്പാക്കുന്നത് വൃത്തിയാക്കുന്നത് അടക്കം അലക്സയാണ്. ഫാൻ ഓൺ ചെയ്യുന്നത് അലക്സയാണ്. കാസർഗോഡൊക്കെ ഗൾഫിൽ കുടുംബസമേതം ഭാര്യയും മക്കളും ഭർത്താവും ഒക്കെ ഗൾഫിലാണ്. എന്നിട്ട് അടച്ചിട്ട് പോയ വീട് മനോഹരമായിട്ട് യാതൊരു ഫംഗസും വരാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഫുള്ളി ഓട്ടോമേഷൻ സിസ്റ്റങ്ങൾ. അവർ സുബയായി കഴിഞ്ഞാൽ, നാട്ടിലെ സുബൈന്റെ നേരായി കഴിഞ്ഞാൽ ഈ ചുറ്റുമതിലിന്റെ മുകളിലുള്ള എല്ലാ ലൈറ്റും ഗൾഫിൽ നിന്ന് ഓഫാക്കാണ്. സ്വന്തം സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ചെടി മുഴുവൻ നനക്കാണ്. ഒരാൾ വരുന്നില്ല. മഗ്‌രിബിന്റെ നേരായി കഴിഞ്ഞാൽ ലൈറ്റ് മുഴുവൻ ഓൺ ചെയ്യാണ്, വീണ്ടും ചെടി നനക്കാണ്. എന്നിട്ട് പറയാണ്, പെരയിലുണ്ടെങ്കിൽ ഇതിനൊന്നും ഒഴിവിട്ടൂല. സ്വന്തം പെരയിലുണ്ടെങ്കിൽ, സ്വന്തം തടിയോണ്ട് അവനാന്റെ വീട്ടിലുണ്ടെങ്കിൽ ഇതിനൊന്നും ഒഴിവ് കിട്ടൂല. അങ്ങനെ ഫുള്ളി ഓട്ടോമേറ്റഡ് യുഗത്തിലേക്ക് നമ്മളൊക്കെ കാലെടുത്ത് വെച്ചു. ഈ ഓട്ടോമേഷനൊക്കെ നല്ലതാണ്. പക്ഷെ ഞാൻ പറയാണ്, സ്വന്തം ബന്ധങ്ങള് ചവറ്റുകൊട്ടയിലാണ്, ചോരബന്ധങ്ങള് ചവറ്റുകൊട്ടയിലാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞുപോയി, സ്വഹാബാ, എന്റെ അവസാന കാലഘട്ടക്കാരായ സമുദായ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ 4 അടയാളം പ്രത്യക്ഷമായാൽ അവരോട് നിങ്ങൾ പറയണം, അന്ത്യനാളിനെ കൂടുതൽ ഇനി കാത്തിരിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് എന്ന്. ഈ അടയാളങ്ങൾ കാണുന്ന കുടുംബക്കാരോട് പറയണം നിങ്ങൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ അടയാളം പരിശുദ്ധ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇദാ അത്വാ അർ-റജുലു സൗജതഹു,
ദീന് തകർക്കുന്ന വിഷയത്തിൽ കേടിയായ ദുസ്വഭാവിയായ ഒരു പെണ്ണിനെ നല്ല ദീനുണ്ടായിരുന്ന മുഖ്ലിസായിരുന്ന മുത്തഖിയായിരുന്ന നേരത്തിന് നിസ്കരിച്ചിരുന്ന കൃത്യമായി കണക്ക് 2.5% കാൽക്കുലേഷൻ നടത്തിയിട്ട് സക്കാത്ത് കൊടുത്തിരുന്ന അങ്ങനെ അള്ളാഹുവിന്റെ മുതീആയി ഒബീഡിയന്റായ അടിമയായി ജീവിച്ചിരുന്ന ഒരു ഭർത്താവ് അവന്റെ ജീവിതത്തിലേക്ക് ദീനായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്തൊരു പെണ്ണ് വന്നു കയറിയതിന്റെ ശേഷം അവന്റെ എല്ലാ ഇഖ്ലാസും പോയി, അവന്റെ തഖ്വ പോയി, അവന്റെ ഇഅ്തിഖാദ് പോയി, അവന്റെ നിസ്കാരത്തിന്റെ ചിട്ട പോയി. ഇത് നേരെ തിരിച്ചങ്ങട്ട് പകരുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന ദീനുമായി ബന്ധമില്ലാത്ത ഈ സ്ത്രീയെ അവന്റെ ചിട്ടയിലേക്ക് അവൻ തിരിച്ചു കൊണ്ടുവരുന്നതിന് പകരം അവളുടെ ചിട്ടയിലേക്ക് അവൻ മാറിപ്പോയി. അവൻ ദീനിനെ ബലികഴിച്ചു. അവൾ പറയുന്നിടത്ത് മുഴുവൻ അവൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അവൻ മറന്നുപോയി. അങ്ങനത്തെ ഒരു കാലഘട്ടം എന്റെ സമുദായ അംഗങ്ങളുടെ കുടുംബത്തിന്റെ നാലുകെട്ടിന്റെ അകത്ത് തലപൊക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ കാലഘട്ടത്തെ വിമർശിച്ചിട്ട് സമയം കളയണ്ട. ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, അത് അന്ത്യനാളിന്റെ അടയാളമാണ്. നമ്പർ 2, ഇതിന് പച്ച മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഹെൻ പെക്ഡ് ഹസ്ബൻഡ് എന്നാ പറയാ. ഹെൻ പെക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളെ മലപ്പുറത്തൊക്കെ പറയും പെണ്ണുത്തനായ ഭർത്താവ്. എന്റെ പെണ്ണുങ്ങന്മാർ ക്ഷമിക്കണേ, അല്ലാതെ ഭർത്താവ് പെണ്ണ് പറയണമെന്നും ഭർത്താവ് അംഗീകരിക്കണ്ടെന്ന് ഒരിക്കലും ഇതിനർത്ഥല്ലേ. എന്നെ മിസ്കൺസെപ്റ്റ് ചെയ്യരുത്, മിസ്അണ്ടർസ്റ്റാൻഡിങ് നടത്തരുത്. ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞു, ദീനില്ലാത്തൊരു പെണ്ണ് അവളുടെ കൾച്ചറിലേക്ക് ദീനുള്ള ഒരു ഹസ്ബൻഡിനെ ക്ഷണിക്കുമ്പോൾ അയാള് ഇടവും വലവും നോക്കാതെ തന്റെ ദീനിന്റെ എല്ലാ കാര്യങ്ങളെയും കളഞ്ഞു കുളിച്ചിട്ട് അവളെ സംസ്കാരത്തിന്റെ കൂടെ പോവാൻ. അതാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ദി ഒറിജിനൽ റിയൽ ഹെൻപെക്ഡ് ഹസ്ബൻഡ്. അവനാണ് യഥാർത്ഥ പെണ്ണുത്തനായ ഭർത്താവ് എന്ന് പറഞ്ഞാല്. അല്ലാതെ ദീനുള്ള ഒരു തഖ്വയുള്ള ഒരു പെണ്ണ് വന്നാണ്ട് ഈ നിസ്കരിക്കാത്ത ഭർത്താവിനോട് നിങ്ങൾ നിസ്കരിക്കേണ്ടി എന്ന് പറഞ്ഞാല് അത് വലിയൊരു അംഗീകാരമല്ല അയാളുടെ ജീവിതത്തിൽ. കാരണം അവൾ ഇവനെ മാറ്റിയെടുത്തില്ലേ. ആ പെണ്ണ് വലിയൊരു മാതൃകാ സമ്പന്നയായ പെണ്ണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയും പെണ്ണിനെ പ്രൊമോട്ട് ചെയ്തിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. ദുനിയാവ് മുഴുവൻ ചരക്കാണ്, വിൽപ്പനയ്ക്ക് വെക്കപ്പെട്ട വസ്തുക്കളാണ്, ഒരുപാട് പ്രൊഡക്റ്റുകളുടെ ആലയമാണ്, സംഗമസ്ഥാനമാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാൻ, ആ വിൽപ്പനയ്ക്ക് വെക്കപ്പെട്ട വസ്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രീഷ്യസ് വാല്യുബിൾ ആയിരിക്കുന്ന ഒരു സാധനം അൽ മർഅത്തു സ്വാലിഹ, ഉത്തമയായ സ്ത്രീയാണ്. അഞ്ജുഷ എന്ന് പറയുന്ന ഒരു സഹാബിയുടെ പേര് കേട്ടാൽ നമ്മൾ ഓർക്കല് ഏതാണ്? ചരിത്രത്തിൽ അഞ്ജുഷ, ഈ സഹാബിയുടെ പേര് നമ്മൾ ചരിത്രത്തിൽ എപ്പോഴാണ് ഓർക്കാറുള്ളത്? ഒരൊറ്റ സംഭവമാണ് നമ്മളുടെ ഓർമ്മയിലേക്ക് കടന്നു വരിക. 1,25,000 വരുന്ന പരിശുദ്ധ സഹാബത്തിന്റെ കൂട്ടത്തിലുള്ള ഒരു സഹാബിയുടെ പേരാണ് അഞ്ജുഷ റളിയല്ലാഹു അൻഹ. എപ്പോഴാണ് ചരിത്രത്തിന്റെ പുസ്തകത്തിലൂടെ, ഉസ്താദുമാരുടെ പ്രഭാഷണത്തിലൂടെ, ഇസ്ലാമിന്റെ ചരിത്രത്താളുകളിലൂടെ അഞ്ജുഷ എന്ന നാമം നമ്മൾ കേൾക്കാൻ ഇടയായത്? പരിശുദ്ധനായ ആ സഹാബി ഒട്ടകത്തെ ഇങ്ങനെ ഓടിക്കുന്നതിൽ നല്ല വിദഗ്ധനാണ്, എക്സ്പേർട്ടാണ്. ഒട്ടകത്തിന്റെ മൂക്ക് കയർ അഞ്ജുഷ പിടിച്ചു കഴിഞ്ഞാൽ അനായാസം മരുപ്പറമ്പിലൂടെ ഊരു ചുറ്റാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഗഹനമായ പാടവം, വലിയ നൈപുണ്യം, വലിയ പ്രാവീണ്യം, വലിയ പ്രാഗൽഭ്യം അഞ്ജുഷക്ക് കൂടുതലായിരുന്നു. അഞ്ജുഷ എന്ന് പറയുന്ന സഹാബി ഒട്ടകത്തെയും കൊണ്ടിങ്ങനെ ഓടിച്ചു പോവുകയാണ്. ആ നേരത്ത് പരിശുദ്ധ റസൂൽ അത് കാണുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അഞ്ജുഷ എന്ന് പറയുന്ന സഹാബി കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം തന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന സഹധർമ്മിണിയായ നവതരുണീമണിയായ തന്റെ പ്രിയതമയെ ഒട്ടകക്കട്ടിലിന്റെ പിന്നിൽ ഇരുത്തിയിട്ട് മുമ്പ് ഓടിച്ച അതേ വേഗതയിൽ ഒട്ടകത്തിന്റെ മൂക്ക് കയറിങ്ങനെ പിടിച്ചിട്ട് തേര് തെളിച്ച് വേഗതയോടുകൂടെ ഒട്ടകം മൂട്ടിക്കൊണ്ടുപോയപ്പോ മരുപ്പറം അത് കണ്ടുകൊണ്ടിരിക്കുന്ന നായകൻ ഇടപെടുകയാണ്. അഞ്ജുഷ, ഇത് ചരിത്രത്തിൽ ഉദ്ധൃതമായ ഒരു വചനമാണ്, മറക്കാൻ പാടില്ല നമ്മൾ. അഞ്ജുഷ, എന്റെ പൊന്നു സുഹൃത്തായ അഞ്ജുഷ, ഒന്ന് മെല്ലെ വാഹനം ഓടിക്കടാ.
അപ്പൊ പരിശുദ്ധ റസൂലിനോട് ഈ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചിട്ട് ഇങ്ങനെ വ്യഗ്രതയോടുകൂടെ ഓടിക്കുന്ന അഞ്ജുഷ എന്ന് പറയുന്ന സഹാബി ചോദിക്കാൻ, നബിയേ, ഞാൻ ഒട്ടകത്തെ ഓടിക്കുന്നതിൽ എക്സ്പേർട്ടാണ് എന്ന് എന്നേക്കാൾ അങ്ങേക്കറിയാമല്ലോ. എന്തിനാണ് റസൂലേ, ഇന്നലകളിൽ ഞാൻ അങ്ങയുടെ മുമ്പിലൂടെ ഒട്ടകക്കട്ടിൽ ഓടിച്ചു പോയവനാണ്. അന്നൊന്നും വിലക്കാത്ത അങ്ങ് എന്തിനാണ് റസൂലേ ഇന്നിന്റെ പ്രഭാതത്തിൽ ഞാൻ ഒട്ടകത്തിന്റെ വേഗത കൂട്ടിയപ്പോ ഒന്ന് സ്ലോവിൽ ഓടിക്കടാ എന്ന് പറഞ്ഞിട്ട് സാവകാശം അവധാനത എന്ന് പറഞ്ഞിട്ട് എന്നെ അലേർട്ട് ചെയ്തത് എന്തിനാണ്? അവിടെയാണ് പരിശുദ്ധ റസൂല് പറയുന്നത്, റിഫ്ഖം ബിൽ ഖവാരീർ. ഇന്നലെയൊക്കെ അഞ്ജുഷ, നീ ഒട്ടകത്തെ ഓടിക്കുമ്പോൾ നിന്റെ ഒട്ടകക്കെട്ടില് ശൂന്യമായിരുന്നു, അതിന്റെ പിന്നിൽ വേറെ ആരുമില്ലായിരുന്നു, ഒരു പെണ്ണില്ലായിരുന്നു. ഇന്ന് ഞാൻ അങ്ങനെ ഓടിക്കരുത് എന്ന് പറയാൻ കാരണം അത് മറ്റൊന്നുമല്ല, നീ വിവാഹിതനായതിന്റെ ശേഷം നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന പെണ്ണൊരുത്തി നിന്റെ ഒട്ടകക്കെട്ടിലിന്റെ പിന്നിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് റിഫ്ഖം ബിൽ ഖവാരീർ, പളുങ്ക് ഉടയാൻ പാടില്ല, പളുങ്ക് പൊട്ടിപ്പോവാൻ പാടില്ല. ആ പിന്നിൽ ഇരിക്കുന്നവൾ ഒരു പെണ്ണാണ് എന്നല്ല പരിശുദ്ധ നായകന്റെ മറുപടി. പിന്നെ എന്താണ്? അത് സ്ഫടികമാണ്, അത് ഗ്ലാസ് മെയ്ഡഡ് ആണ്, അത് ഗ്ലാസിന്റെ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് അതിന് പരിക്ക് വരാൻ പാടില്ല. എന്തുകൊണ്ട്? അതൊരു പെണ്ണാണ്. നമ്മൾ ദുബായ് എയർപോർട്ടിൽ നിന്നും ജിദ്ദ എയർപോർട്ടിൽ നിന്നും ഖത്തറിൽ നിന്നൊക്കെ കുവൈത്തിൽ നിന്നൊക്കെ എയർപോർട്ടിൽ നിന്ന് ഒരുപാട് ലഗേജുകൾ നമ്മുടെ വീട്ടിലേക്ക് വിമാനമാർഗം കൊണ്ടുവരുമ്പോൾ അത് സാധാരണ രീതിയിലുള്ള ഡ്രസ്സും ചോക്ലേറ്റും മറ്റു സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടിയായിട്ട് പൊതിന കർത്തൂണിലോ നമ്മുടെ ട്രോളി ബാഗിലോ ഒക്കെ അങ്ങനെ ഇട്ടിട്ട് ഫ്ലൈറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതേസമയം നമ്മുടെ ഭാര്യയോ ബന്ധപ്പെട്ട ആരോ നമ്മളോട് പറഞ്ഞു, ഒരു LED ടിവിയോ ഒരു കമ്പ്യൂട്ടർ മോണിറ്ററോ എന്തോ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഒരു സാധനം നമ്മൾ സാധാരണ ലഗേജിന്റെ സ്പേസിലേക്ക് ഇടൂല. അത് എയർപോർട്ട് അതോറിറ്റിയുടെ ലോ ആണ്, നിയമമാണ്. അങ്ങനെ ഗ്ലാസ് മെയ്ഡഡ് ആയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ബോക്സിന്റെ മുകളിൽ ഹാൻഡിൽ വിത്ത് കെയർ എന്ന ഒരു സ്റ്റിക്കർ എയർപോർട്ടിൽ നിന്ന് സ്റ്റിക്ക് ചെയ്യണം. കാരണം ഇതിനകത്തുള്ളത് ഗ്ലാസിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അത് പൊക്കുമ്പോൾ ശ്രദ്ധിക്കണം, താഴെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. വേറെയുള്ള ലഗേജുകളുടെ കൂട്ടത്തിൽ അത് വെക്കാൻ പാടില്ല. ഫ്ലൈറ്റുകൾക്കൊക്കെ തന്നെ ഗ്ലാസ് മെയ്ഡഡ് ആയ സാധനങ്ങൾ വെക്കാൻ ലഗേജ് സ്പേസിലും വേറെ ഒരു കാറ്റഗറിയാണ്. അപ്പൊ അതിന് എടുക്കുന്നവർ എത്ര സൂക്ഷ്മമായിട്ട് എടുക്കാറുള്ളത് നമ്മളൊക്കെ സാധാരണ കാണുന്നതാണ്. ഒരു ഗ്ലാസ് ഒരു ടീപ്പോയുടെ മുകളിൽ വെക്കുമ്പോൾ ആ ഗ്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കും, വെക്കുമ്പോൾ ശ്രദ്ധിക്കും, കൈ തട്ടാതെ ശ്രദ്ധിക്കും, അല്ലേ? എന്തുകൊണ്ട്? റിഫ്ഖം ബിൽ ഖവാരീർ. ഖാറൂറത്ത് എന്ന അറബിയിൽ പറഞ്ഞാൽ ഗ്ലാസ്, അതിന്റെ പ്ലൂറലാണ് ഖവാരീർ, അതിന്റെ ബഹുവചനമാണ്. പളുങ്കുകളോട് ദയ വേണം. അതുകൊണ്ടാണ് അഞ്ജുഷ ഇന്ന് ഞാൻ ഒട്ടകത്തെ സ്ലോ മോഷനിലാക്കാൻ നിന്നോട് പറഞ്ഞത്. ഇത്രയും വലിയൊരു പദവി സ്ത്രീക്ക് പിന്നെ കിട്ടിയിട്ടില്ല. പണ്ട് വള്ളത്തോള് നാരായണ മേനോൻ എന്ന് പറയുന്ന കവിത്രയങ്ങളുടെ കൂട്ടത്തിൽ പ്രഥമ പരിഗണനീയനായ മലയാളത്തിന്റെ കവി തിലകൻ, കവി ശ്രേഷ്ഠനായ വള്ളത്തോള് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് പറഞ്ഞ കവിത എഴുതിയ നാടാണ് ഈ കേരളം. നമ്മൾ തിരിച്ചറിയണം. ആ കവിത പെണ്ണിനെ പറഞ്ഞിട്ടാണ്, പെണ്ണിന്റെ ചാരിത്രത്തെ ധ്വംസിക്കുന്നതിനെതിരെയുള്ള ഒരു മനോഹരമായ ആവിഷ്കാരമാണ്. എങ്ങനെയാണ് ആ കവിത തുടങ്ങുന്നത്? തസ്കേരനല്ല ഞാൻ, മുഷ്കേരനല്ല ഞാൻ, തമ്മാടിയല്ല ഞാൻ, മുഗ്ധശീലേ ദേവി തൻ ദാസ്യം കൊതിക്കും ഒരുത്തൻ ഞാൻ, ഈ വീട് വീടേ കുദാസഗൃഹം. ദേവി എന്ന് വിളിക്കാൻ ആരാണ്? പെണ്ണാണവൾ, പെണ്ണാണവൾ. അവൾ ദേവസ്ഥാനത്താൻ. എന്തുകൊണ്ടാണ് വള്ളത്തോളിന് ഇതിന് പ്രചോദനം ലഭ്യമായത്? 14 മുമ്പ് ഒരു നായകൻ നമ്മളോട് പറയാൻ, അദ്ദുന്യാ കുല്ലുഹാ മതാ, ഭൗതിക ലോകം മുഴുവൻ ഒരു വിൽപ്പനക്ക് വെക്കപ്പെട്ട ചരക്കാണ്, വസ്തുവാണ്. വഖൈറു മതാഇഹാ, ദുനിയാവാകുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരൊറ്റ വസ്തുവാണ് ഉള്ളത്. അതാരാണ്? അൽ മർഅത്തു സ്വാലിഹ, അത് ഉത്തമയായ പെണ്ണാണ്, ഉത്തമയായ പെണ്ണാണ്. അതുകൊണ്ടാണ് മനുസ്മൃതിയിൽ മനുവിനും പാടേണ്ടി വന്നത്. എന്ത്? പിതാരക്ഷതി കൗമാര, ഭർതൃരക്ഷതി യൗവന, പുത്രാരക്ഷതി വാർദ്ധക്യ, സ്ത്രീ സ്വാതന്ത്ര്യമർഹതീൻ. പരിശുദ്ധനായ ഒരു സ്വഹാബി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, പുണ്യനബിയെ, എന്റെ ഭാര്യ അവള് അനുസരണക്കേടുള്ളവളാണ്, അവളോട് എനിക്ക് പൊരുത്തമില്ല നബിയെ.
അവളോട് എനിക്ക് ഇഷ്ടം കൂടുന്നില്ല നബിയെ, വെറുപ്പ് കൂടുകയാണ് നബിയെ. അവളെ വീട്ടുകാര് അങ്ങനെ ഒരു അന്യ സംസാരമാണ് ഈ വന്നു കയറിയ ശിഷ്യൻ പരിശുദ്ധ ഗുരുവിനോട് സംസാരിക്കുന്നത്. ഒരു അന്യവൽക്കരണം, ഒരു അപരത്വവൽക്കരണം. ഓളെ കുടുംബക്കാര് എന്നൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധ റസൂൽ ചോദിച്ചു ഈ സഹാബിയോട്, സഹോദര നീ വേട്ടിട്ട് നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? നബിയെ ഞങ്ങൾ 10 വർഷങ്ങളായി ദാമ്പത്യത്തിലാണ്, 10 കൊല്ലമായി. എന്നിട്ടും അവളെ കുടുംബക്കാര് ഈ ഭാഷ ആരുചികരമാണ്, ഇത് സുരുചികരമല്ല, അത് ദഹിക്കണ ഒരു ഭാഷയല്ല. അതുകൊണ്ട് എന്താ സഹോദര, അള്ളാഹു നിനക്ക് നിന്റെ ഭാര്യയിലൂടെ കുഞ്ഞിനെ തന്നിട്ടുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ബലാ യാ ഹബീബല്ലാഹ്. അതേ നബിയെ, ഈ 10 കൊല്ലത്തെ ദാമ്പത്യത്തിന്റെ ഇടയിൽ അള്ളാഹു തആല അവൾക്കിലൂടെ എനിക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു കൊടുത്തൊരു ലോജിക് ഉണ്ട്. എന്താ കൊടുത്തത്? പരിശുദ്ധ റസൂല് പറഞ്ഞു കൊടുത്ത എന്താണ്? എന്നാലും സഹോദര, നീ ഓളെ വീട്ടുകാർ എന്നുള്ള അപരത്വ നിർമ്മിതിയുടെ ഭാഷയൊക്കെ ഒന്ന് നിർത്തിവെച്ചിട്ട് നീ ഈ പ്രയോഗം ജീവിതത്തിൽ നടത്തുക. അവളെ ഓർമ്മ വരുമ്പോഴൊക്കെ അങ്ങനെ ചിന്തിക്കുക. എന്ത്? നിന്റെ കുഞ്ഞിനെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്? നിന്റെ കുഞ്ഞിനെ അച്ചറഹമുഹു, നിന്റെ കുഞ്ഞിനോട് നീ കരുണ കാണിക്കുന്നുണ്ടോ? അതേ റസൂലേ, ഞാൻ എൻ്റെ കുഞ്ഞിനോട് അർഹമുബി വലതി, ഞാൻ അർഹമാൻ, ഞാൻ ഭയങ്കര കരുണുള്ളവനാണ്. നമ്മൾ പറയാറില്ലേ, നിലത്ത് വെച്ചാൽ പേനരിക്കും, മുറുമ്പരിക്കെന്ന് പേടിച്ചിട്ട്, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് പേടിച്ചിട്ട് 2 കൈത്തണ്ടകളിൽ ലാളിച്ച് നടന്നു. അതെന്താണ്? ഒരു സ്നേഹത്തിന്റെ, പ്യൂർ ലവിന്റെ അങ്ങേതല മൂർത്തിമൽ ഭാവമാണ്. ഞാൻ അങ്ങനെയാണ് നബിയെ അവളിലൂടെ അള്ളാഹു എനിക്ക് തന്ന എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്. അപ്പൊ പരിശുദ്ധ റസൂല് കൊടുത്തൊരു മറുപടി ഉണ്ട്. എന്നാലും നിന്റെ ഭാര്യയെ പറ്റി ഇനി മുതൽ നീ ആലോചിക്കേണ്ടത് അള്ളാഹു എനിക്ക് തന്ന എൻ്റെ ചോരയിൽ പിറന്ന എൻ്റെ കുഞ്ഞിന്റെ ഉമ്മയാണവൾ എന്ന ചിന്തയാണ്. അത് വല്ലാത്തൊരു ഭാഷയല്ലേ? ഭാര്യ അവളെ വീട്ടുകാര് എന്നുള്ള ഭർത്താനൊക്കെ നിർത്തിവെച്ചിട്ട് അള്ളാഹു തആല എനിക്ക് തന്ന എൻ്റെ കുഞ്ഞിമോന്റെ മാതാവാണവൾ, അവന് പ്രസവം നൽകിയത് അവളാണ്, അവന് ഗർഭധാരണം കൊടുത്തത് അവളാണ്, അവന് ആറ്റുനോറ്റുന്നത് അവളാണ്, അവന് അമ്മിഞ്ഞ പാല് കൊടുക്കുന്നത് അവളാണ്, എല്ലാം അവൾ തന്നെയാണ്. അതുകൊണ്ട് അന്യ വീട്ടിൽ നിന്ന് കയറി വന്നൊരു പെൺകുട്ടി മാത്രമല്ല അവൾ, അള്ളാഹു നിനക്ക് നൽകിയ നിന്റെ കുഞ്ഞിമോന്റെ മാതാവാണവൾ. ആ കുഞ്ഞിന് ഉമ്മ എന്ന് വിളിക്കാൻ ലോകത്തൊറ്റ അവകാശിയുള്ളൂ, അത് ഇവളാണ്. 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? താരാട്ട് പാട്ടിനെ പോലെ വേറൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് കനവിന്നുയിരാണ്, ഉമ്മ സ്നേഹക്കടലാണ്. ഉമ്മാന്റെ കാലടിപ്പാടിൽ ആണ് സുവർഗം ഓർത്തോളൂ. അതുകൊണ്ട് സഹോദര, ഭാര്യ എന്നുള്ള പദപ്രയോഗത്തിന്റെ അപ്പുറത്ത് അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്ന നിന്റെ കുഞ്ഞിന്റെ ഉമ്മയാണവൾ സഹോദര. പരിശുദ്ധനായ സഹാബി തന്റെ പ്രയാസങ്ങളും തന്റെ പരാതികളും പരാധീനതകളും പരിഭവങ്ങളും എല്ലാം തീർന്നു എന്ന് ഉറപ്പിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീട്ടിലെത്തി ഉമ്മറക്കോലായിലെ പൂമുഖവാതിൽ അടഞ്ഞു കിടക്കുകയാണ്. വാതിലിന് മുട്ടി. സഹധർമ്മിണിയായ പെണ്ണൊരുത്തി വാതിലിങ്ങട്ട് തുറന്നു കൊടുത്തപ്പോ ഇത്രകാലം കാണാത്ത ഭർത്താവിനെയാണ് അവൾ കണ്ടത്. എന്തേ? യാതൊരു ഔപചാരികതകൾക്കും ഇടം കൊടുക്കാതെ 2 കൈ കൊണ്ട് തന്റെ പെണ്ണിനെ വരിഞ്ഞു മുറുക്കിയിട്ട് ആറ്റി മുത്തിയിട്ട് ആലിംഗനം ചെയ്യുകയാണ്. എന്ത് പറ്റി അങ്ങേക്ക്? പരിശുദ്ധ റസൂല് ഇടപെട്ടോ? അതെ, ഇടപെട്ടു പോയി. അപ്പോഴും ഈ പെണ്ണ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് റഹ്മത്തുൽ ആലമീനാണ്, അങ്ങ് റഹ്മത്തുൽ ആലമീനാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് പെണ്ണുങ്ങളും ലോക ചരിത്രത്തിലുണ്ട്. ആ പെണ്ണിനെ അനുസരിക്കണ്ട എന്നല്ല, അള്ളാഹുവിന്റെ റസൂൽ എന്റെ സമുദായത്തിന്റെ കുടുംബാംഗങ്ങൾക്കിടയിൽ വീട്ടിന്റെ നാലുകെട്ടില് തലപൊക്കാനിരിക്കുന്ന അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ട ഒരു കാര്യം, ദീനില്ലാത്ത പെണ്ണിനെ ദീനുള്ള ആണ് വഴിപ്പെട്ടിട്ട് ദീനുള്ള ആണിന്റെ ദീന് മുഴുവൻ ബലികഴിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം എന്റെ പുതിയ കുടുംബത്തിന്റെ അകത്ത് അന്തഛിദ്രമായി
സ്വതന്ത്രമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന് ആ കാലഘട്ടത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഓർക്കുന്നത് നല്ലതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് പരിശുദ്ധ റസൂല് പറഞ്ഞ അടയാളം ഏതാണ്? വഅദ്നാ സ്വദീഖഹു എന്റെ സമുദായത്തിന്റെ അകത്തുള്ള മുസ്ലിം സമുദായത്തിലെ കുടുംബാംഗങ്ങളിൽപ്പെട്ട യുവാക്കള് ചോരബന്ധത്തിലുള്ള വാപ്പാക്ക്, എളാപ്പാക്ക്, അമ്മാവന്, ജ്യേഷ്ഠന്, പെങ്ങൾക്ക്, ഉമ്മാക്ക്, മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്ഥാനം അവന്റെ സൗഹൃദ വലയങ്ങളിലുള്ളവർക്ക് കൊടുക്കുന്ന സിറ്റുവേഷൻ, സ്ഥിതിവിശേഷം എന്റെ ഉമ്മത്തിന്റെ കുടുംബാംഗങ്ങളിലുള്ള ചെറുപ്പക്കാരിൽ സംജാതമായി കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിക്കാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അദ്നാ സ്വദീഖഹു എന്നുള്ള വാക്കൊന്നുകൂടി നമ്മളൊന്ന് മുടിനാരിയുടെ കീറിയിട്ട് ഈ 2023 കലണ്ടറൊക്കെ നമ്മുടെ വീട്ടിന്റെ ഭിത്തിയിൽ സ്ഥാനം പിടിച്ച ഈ ഒരു സമയത്ത് ചർച്ച ചെയ്ത് നോക്കുക. എന്താ ഈ അദ്നാ എന്ന് പറഞ്ഞാല്? ധന എന്ന് പറഞ്ഞാൽ അടുത്തു എന്നാണ്. അദ്നാ എന്ന് പറഞ്ഞാലോ അഖറബ, അടുപ്പിച്ചു എന്നാണ്. സ്വദീഖഹു അവന്റെ സുഹൃത്തിനെ. നബി തങ്ങൾ അന്ത്യനാളിന്റെ അടയാളമായിട്ട് പറഞ്ഞൊരു സാധനം, ഒന്ന് പുരുഷൻ പെണ്ണിന് വഴിപ്പെട്ടിട്ട് ദീന് കളയുക. നമ്പർ 2 അദ്നാ സ്വദീഖഹു അവന്റെ ചോരബന്ധത്തിലുള്ള ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ള ആളുകളെക്കാൾ വലിയ ലോഹ്യവും വർത്തമാനവും കൺസിഡറേഷനും പരിഗണനയും എഴുതിബാറും ഒക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുക. A lot of friends but there is no real friendship. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ഊഷരതയാണ്. There is lot of friends. നമുക്ക് ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ ഒന്ന് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയാണ്, എന്നോട് കളിക്കണ്ട കേട്ടോ, എനിക്ക് ഫേസ്ബുക്കിൽ 6000 ഫ്രണ്ട്സ് ഉണ്ട്, 8000 ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ പറയാണ്, ഇതൊന്നും ഖബറുങ്ങൽ വന്നിട്ട് അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈഹി എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഫ്രണ്ട് അല്ല. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അല്ല. ഇതിനാര് വേണം? നമ്മൾ കേസ് കൊടുത്തിട്ട് കോടതിയിലേക്ക് വക്കീൽ നോട്ടീസ് കോടതിയിൽ നിന്ന് അയച്ച നമ്മുടെ സ്വന്തം എളാപ്പാന്റെ മോന് തന്നെ വേണം. എന്തിന്? നമ്മളെ 3 ശീലയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെയൊക്കെ സ്വന്തം മഹല്ല് ഖബർസ്ഥാനിലെ 6 അടി മണ്ണിലേക്ക് ഞെരുക്കിയിട്ട് ചെരിച്ചിട്ട് ഈ വലതുഭാഗത്തുള്ള 3 ശീല കവിളത്തുനിന്ന് മാറ്റിയിട്ട് ഈ പച്ച കവിളിനെ പച്ച മണ്ണ് കൊണ്ടൊരു തലയണ ഉണ്ടാക്കി വെച്ച ഖബറിലേക്ക് ഇങ്ങനെ ചെരിച്ചു വെക്കുമ്പോ നിന്റെ ഉറ്റ ബന്ധുവാണ്, മയ്യത്തിന്റെ മേത്തേക്ക് മണ്ണ് പൊടിഞ്ഞു വീടണേ നോക്കണേ എന്ന് പറഞ്ഞിട്ട് ശീല വലിച്ചു പൊടിക്കണവരെ കൂട്ടത്തില് നമ്മൾ ഏതോ ഒരു കാലത്ത് വക്കീൽ നോട്ടീസ് അയച്ച നമ്മുടെ ഉറ്റ ബന്ധുണ്ടാവും. ആ കൂട്ടത്തിൽ അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈഹി എന്ന് പറയുന്ന ആൾക്കാരെ ഖബറിൽ കിടക്കണ നമുക്ക് HD ക്ലാരിറ്റിയോട് കൂടെ കാണാൻ കഴിയുമല്ലോ. പിന്നെയും തിക്കും തിരക്കുണ്ടാക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഈ ഹയാത്തിലുള്ളവർക്കാണ് പരസ്പരം കാണാൻ കഴിയാതിരിക്കുക. ഖബറിൽ കിടക്കണവനെ നന്നായി കേൾക്കുന്നു, നന്നായി കാണുന്നു. അങ്ങനെയാണ് നമ്മളെ വിശ്വാസം. കാരണം അസ്ഹാബുൽ ബദർ പരിശുദ്ധ നബിയോട് ചോദിച്ചൊരു ചോദ്യമാണത്. അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒക്കെ ശിരച്ഛേദം നടത്തപ്പെട്ടിട്ട് പൊട്ടക്കിണറ്റിലേക്ക് അവരുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ ഇട്ടപ്പോ അള്ളാന്റെ റസൂല് മനോഹരമായിട്ട് അവരോട് സംസാരിച്ചു. നിങ്ങൾക്കൊക്കെ നമ്മൾ വാണിംഗ് തന്നതാണ്, നിങ്ങൾ പറഞ്ഞു കേട്ടില്ല, ഇപ്പൊ നിങ്ങളെ കടത്തം കണ്ടില്ലേ? അപ്പോഴാണ് പരിശുദ്ധ സഹാബ ചോദിച്ചത് പുണ്യനബിയോട്, അള്ളാഹുവിന്റെ റസൂലേ, അത് ഗളച്ഛേദം നടത്തപ്പെട്ട മൃതദേഹങ്ങളാണ്, അത് ശിരച്ഛേദം നടത്തപ്പെട്ട മയ്യത്തുകളാണ്. അവരുടെ ജഡറ്റ് പോയില്ലയോ നബിയേ? അവരെ ആത്മാവ് പറന്നു പോയില്ലയോ നബിയേ? അവരുടെ ശരീരത്തിൽ നിന്ന് ദേഹത്തിൽ നിന്ന് ദേഹി പോയില്ലയോ നബിയേ? ഇനി എങ്ങനെ കേൾക്കാനാണ്? എന്തിനാണ് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ജീവനില്ലാത്ത ശവങ്ങളോട് സംസാരിക്കുന്നത്? അപ്പോഴാണ് പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയാലുക്കളായ സ്വഹാബത്തിന് ആ കോണ്ടസ്റ്റിൽ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബ, ദുനിയാവിൽ അല്ലാഹു തആല നമുക്കൊക്കെ കേൾക്കാൻ നമ്മുടെ ശ്രവണപുടങ്ങൾക്ക് ഒരു പ്രത്യേക പരിധി തന്നിട്ടുണ്ട്. അതിലപ്പുറം ഇവിടെ ശബ്ദമുണ്ടെങ്കിൽ നമ്മൾ കേൾക്കൂല. ആ പരിധിക്കും അപ്പുറം നമ്മൾ കേൾക്കുന്നതാണ് ആത്മാവ് വിട പറഞ്ഞു പോയതിന്റെ ശേഷം. കാരണം ഈ കിടക്കുന്ന ആളുകൾ ഇവ ദുനിയാവിലല്ല കിടക്കുന്നത്. പിന്നെ എവിടെയാണ്? ആലമുദ് ദുനിയയിൽ നിന്ന് ആത്മാവ് പോയതോടുകൂടെ ആലമുൽ ബർസഖിയിൽ എത്തി. ഇപ്പൊ സയൻസ് തെളിയിച്ചൊരു കാര്യമാണത്. ഞാൻ എൻ്റെ വിഷയം ഹൈടെക് കാലത്തെ ഇസ്ലാം എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ ഇന്ന് കുറച്ച് എന്നോടൊന്ന് ക്ഷമിക്കണം.
കാരണം ഈ വിഷയം ഇങ്ങനെ കമ്മിറ്റിക്കാർ കൊടുത്ത സ്ഥിതിക്ക് ആനുകാലിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമകാലിക സമസ്യകളെ നമ്മുടെ മതാചാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമായത് കൊണ്ടാണ് ഐ ആം റിയലി സോറി, പ്ലീസ് പാർഡൺ ടു മീ, എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പോ 20,000 ഹെഡ്സ് ആണ് ഒരു ദുനിയാവിൽ ഒരാൾക്ക് അല്ലാഹു തആല കേൾവി ശക്തി കൊടുത്തത്. അത് മനുഷ്യന്റെ കേൾവി ശക്തിയുടെ മാപ്പിനി എന്ന് പറഞ്ഞാൽ അതിനെ അളക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ നവകാല യന്ത്ര സംവിധാനങ്ങളാണല്ലോ മാപ്പിനി എന്ന് പറയുന്നത്. ഇപ്പൊ റിക്ടർ സ്കെയില് ഭൂകമ്പ മാപ്പിനിയാണ് എന്ന് പറഞ്ഞാൽ എർത്തുക്കേക്ക് ഭൂകമ്പം എപ്പോണ്ടാകുന്നു, അതിന്റെ സാന്ദ്രത, അതിന്റെ തീവ്രത, അതിന്റെ ഡെൻസിറ്റി എത്രയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഈ മാപ്പിനിയാണ്. അങ്ങനെ സുനാമിക്ക് മാപ്പിനിയുണ്ട്, അങ്ങനെ ഓരോന്നിനും മാപ്പിനികളുണ്ട്. ഇപ്പൊ നമ്മുടെ ശ്രവണപുടങ്ങളുടെ കർണപുടങ്ങളുടെ ഒരു മനുഷ്യന്റെ ചെവിയുടെ ശ്രവണശേഷി, ശരാശരി ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ശ്രവണശേഷി 20,000 ഹെഡ്സാണ്. അത് സയൻസിന്റെ ഒരു കണക്കാണ്. അപ്പൊ 20,000 ഹെഡ്സിന്റെ അത്ര ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്ന, അപ്പൊ അതിന്റെ അപ്പുറം ശബ്ദം ഇവിടെ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം, നമ്മൾ കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. അതേസമയം നായക്ക് അതിലേറെ ശക്തിയുണ്ട്, മറ്റുള്ള മൃഗങ്ങൾക്കൊക്കെ അതിലേറെ ശക്തിയുണ്ട് എന്നാണ് ഇപ്പൊ ശാസ്ത്രീയമായിട്ട് ഇനി തെളിയിക്കാൻ പോണ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്ത്? മരിച്ചു കഴിഞ്ഞ മയ്യത്തിന്റെ ശബ്ദം ഇവിടുന്ന് ഭയങ്കര ശബ്ദമായിരിക്കും. അതുകൊണ്ട് ചീത്ത മയ്യത്താണെങ്കിൽ ഇങ്ങനെ നിലവിളിക്കും, അത് മൃഗങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഞാൻ അതിന്റെ വസ്തുതകളിലേക്ക് കിടക്കല്ലേ, കാരണം അതിന്റെ സോളിഡ് എവിഡൻസ് എന്റെ കയ്യിലില്ലാത്തത് കൊണ്ട്. പക്ഷേ അങ്ങനെ സ്ഥിരീകരിക്കപ്പെടാൻ പോകുന്ന ഒരു സംശയം ഇനി പുതിയ കാലത്തുണ്ട്. കാരണം നമ്മൾ സംസാരിച്ച ശബ്ദ തരംഗങ്ങളൊക്കെ ലോകത്ത് ഇന്നും റെക്കോർഡഡ് ആണ്. ഇപ്പൊ അമേരിക്ക പോലെയുള്ള വലിയ വികസിത രാജ്യങ്ങളൊക്കെ തന്നെ ഇനി ആ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് കടക്കാൻ പോവാണ്. എന്ന് പറഞ്ഞാല് നമ്മൾ 5ാമത്തെ വല്ലിപ്പാന്റെ ശബ്ദം ഇനി അടുത്ത പേരക്കുട്ടിക്ക് വേണമെങ്കിൽ കേൾക്കാൻ നടത്തും. അപ്പൊ ഇപ്പൊ ഒരു ടാപ്പ് റെക്കോർഡറിൽ ഒരു CD-യുടെ ലൈനിന്റെ മുകളിലും ഒരു മെമ്മറി കാർഡിന്റെ മൈക്രോ ചിപ്പിന്റെ ഉള്ളില് എത്ര GB എത്ര MB മെമ്മറിയാണ് നമ്മൾ കയറ്റാറുള്ളത്. ഇപ്പൊ ഇങ്ങനെയാണ്ട് പ്ലേ സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡ് കൊണ്ട് 6600 ചില്ലാനം ഖുർആനിന്റെ ആയത്തുകളുള്ള 30 ജുസ് ഖുർആനിനെ നമ്മുടെ സ്വന്തം സ്മാർട്ട് ഫോണിലേക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഓഫ് ഖുർആന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഏത് ചിപ്പിന്റെ അകത്തായി പോയി കിടക്കണത്? അപ്പൊ അല്ലാഹു തആല ഇത് സയൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കണ എന്തിനാണ്? നമ്മുടെ മെമ്മറിയെ പറ്റി നമ്മൾ മനസ്സിലാക്കാനാണ്, നമ്മളെ മെമ്മറിയെ പറ്റി നമ്മൾ തിരിച്ചറിയാനാണ് അല്ലാഹു തആല ഇത് സയൻസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ എല്ലാം അതാണ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു തആല പറഞ്ഞത്, വമാ യൽഫിദു മിൻ ഖൗലിൻ, ഒരു വാക്കും നീ ഉപയോഗിക്കുന്നില്ല സഹോദര, ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നിന്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡില് റഖീബ് അതീദുമാർ അത് എഴുതി വെച്ചിട്ടല്ലാതെ. ഈ പരിശുദ്ധമായ വചനത്തെ അടർത്തിയെടുത്തിട്ട് ഇനി പുതിയൊരു പഠനം നടത്താൻ പോവാണ്. എന്ത്? അന്തരീക്ഷത്തിൽ ലയിച്ചു കിടക്കുന്ന അന്തരീക്ഷത്തിന്റെ തരംഗങ്ങളിൽ നിന്ന് ശബ്ദങ്ങൾ അടർത്തിയെടുക്കാൻ സാധ്യമാണ്. ഒരു ടെലിഫോണിന്റെ റെക്കോർഡ് ക്ലിപ്പുകൾ മാത്രമല്ല, ഒരു വലിയ മൊബൈൽ ടവറിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള കോളുകൾ മാത്രമല്ല ഇനി ട്രേസ് ചെയ്യാൻ കഴിയുക. ലോകത്തിന്റെ ഉത്ഭവം മുതലുള്ള കാലഘട്ടത്തിലുള്ള ഓരോ ശബ്ദങ്ങളും ഇനി വായിച്ചെടുക്കാൻ സാധ്യമാണ് എന്ന ഒരു വലിയ കുതിപ്പിലേക്ക് ശാസ്ത്രം കടന്നു പോവുകയാണ്. ഇങ്ങനെ എന്തൊക്കെ കണ്ടെത്തി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظاما بلى قادرين على أن نسوي بنانا. അല്ലാഹു സൂറത്തുൽ ഖിയാമയിൽ നമ്മളെ പഠിപ്പിക്കാൻ ഇത് ശാസ്ത്രത്തെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു സാധനമാണ്. എന്ത്? അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യ അന്ത്യനാളൊക്കെ വരാണ്ടിട്ടോ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ടിട്ടോ ഓരോ സൂചനകളായിട്ട്. എന്നിട്ട് നമ്മളോട് പറയാണ്, അന്ത്യനാള് വരുമ്പോ അല്ലാഹു തആല ലോകത്തെ എല്ലാ നിന്റെ വാപ്പാനെയും നിന്റെ വല്ലിപ്പാനെയും നിന്റെ വാപ്പാന്റെ വല്ലിപ്പാനെയും എല്ലാവരും ഒരുമിച്ച് കൂട്ടും. അവരൊക്കെ മരിച്ചു വീഴുന്ന സമയത്ത് എങ്ങനെയായിരുന്നോ അവരുടെ ശരീരങ്ങള് അവയവങ്ങള് അതുപോലെ
അവരെ പുനഃപ്രതിഷ്ഠിക്കുന്നു. കാരണം ഇന്ന് എത്തിസ്റ്റുകൾ നിരീശ്വരവാദികളൊക്കെ വന്നാണ്ട് പറയാണ് നമ്മളാണ്ട് മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് പിന്നെ നമ്മളെ കിട്ടൂല, നമ്മൾ മണ്ണായി, നമ്മൾ ഭസ്മമായി, നമ്മുടെ അസ്ഥി പോലും ഒരുമിച്ച് കൂട്ടാൻ ദൈവത്തിന് സാധ്യമല്ല. അവരോടുള്ള മറുപടിയാണ് റബ്ബ് പറയുന്നത്, മനുഷ്യ നീ വിചാരിക്കുന്നുണ്ടോ നിന്റെ ദൈവമാകുന്ന നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ സാധ്യമല്ല എന്ന്. അവന്റെ അസ്ഥിപഞ്ചരങ്ങളെ മരിച്ചു മണ്ണായി പോയ മൃതദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ ദൈവത്തിന് സാധ്യമല്ല എന്ന് നീ രായിക്ക് രാമാനം വീമ്പിളക്കുന്നുണ്ടോ? ബല, എന്നാൽ നിനക്ക് തെറ്റി സഹോദര. ഖാദിരീന, ഉടയവനായ ദൈവം തമ്പുരാന് സാധ്യമാണ്. അലാ അൻ നുസവ്വിയ ബനാന, എന്ത് എല്ല്, എന്ത് അസ്ഥി, എന്ത് അസ്ഥിപഞ്ചരം. നിന്റെ അസ്ഥി പോയിട്ട് നീ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നിന്റെ ശരീരത്തിന്റെ ചൂണ്ടുവിരലിന്റെ അഗ്രഭാഗത്ത് എത്ര രേഖയായിരുന്നോ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് ഒരു രേഖക്ക് പോലും അണുവിട വ്യതിയാനമില്ലാതെ നിന്നെ മഹ്ശറയിൽ പുനഃപ്രതിഷ്ഠിക്കാൻ നിന്റെ തമ്പുരാന് സാധ്യമാണ്. അമേരിക്കയിൽ ഈ ഹദീസ്, ഈ ആയത്ത് വലിയ പഠനത്തിന് വിധേയമായി. എന്ത് അലാ അൻ നുസവ്വിയ ബനാന. ഈ ബനാന എന്ന് അറബിയിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തമ്പ് എന്നും മലയാളത്തിൽ തുമ്പ് എന്നൊക്കെ അർത്ഥം. വിരലിന്റെ തുമ്പ്, അതാണ് ബനാന. ബനാന ഇംഗ്ലീഷ് അല്ല കേട്ടോ, അറബിയിലെ ബനാന ഞാൻ പറയുന്നത്. അവന്റെ തമ്പ്, ഈ വിരൽ തുമ്പിനെ ശരിപ്പെടുത്തി കൊടുക്കാൻ ദൈവത്തിന് സാധ്യമാണ്. ഈ ഖുർആന്റെ പരിഭാഷ വായന നടത്തി പഠനം നടത്തിയിട്ട് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഇന്ന് വിരലടയാള വിദഗ്ധർ, ഫോറൻസിക് ടീമൊക്കെ വന്നില്ലേ? ഇന്ന് ലോകത്തെല്ലോടത്തും വ്യാപകമായില്ലേ? ഇന്നിപ്പോ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ക്രിമിനലിനെ പിടിക്കണതിന്റെ മുമ്പ് ലെൻസ് വെച്ചിട്ട് വിരലടയാളം ഏതൊരു സാധനത്തിലും, ഒരു വീട്ടിലൊരു കൊലപാതകം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ പാത്രത്തിന്റെ മുകളിലടക്കം ലെൻസ് വെച്ചിട്ട് ആദ്യം കിട്ടേണ്ടത് വിരലടയാളം. വിരലടയാളം കിട്ടിയോ ഇനി ആൾ ഒരു ട്രാപ്പിലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഈ ആയത്തിനെ പരിശോധന നടത്തുന്നതിന്റെ മുമ്പ് വരെ ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഒരുപാട് ഇന്നസെൻസ്, ഒരുപാട് നിരപരാധികൾ കൂട്ടുക്ക് പോവുക, ജയിലിൽ അടക്കപ്പെടുക, പിന്നെ അവർ ഇരുട്ടില്ല, വെളിച്ചത്താവണില്ല. എന്നിട്ട് അപരാധം ചെയ്ത ആൾക്കാരെ, ക്രിമിനലുകളൊക്കെ തന്നെ വളരെ സമർത്ഥമായിട്ട് രക്ഷപ്പെടുക. ഇനി അത് സാധ്യമില്ല. ജിദ്ദ എയർപോർട്ടിലേക്ക് ഒറ്റവട്ടം പോയിട്ട് വിരൽ ഇങ്ങനെ തമ്പ് വെച്ച് കൊടുത്തോന് പിന്നെ ഏത് ക്രിമിനൽ പശ്ചാത്തലം, അവന് എവിടെയൊക്കെ പെറ്റി കേസുണ്ടോ, ഏതൊക്കെ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ FIR അവന്റെ പേരിൽ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് ജിദ്ദ എയർപോർട്ടിലെയും ഒമാൻ എയർപോർട്ടിലെയും കസ്റ്റംസ് അധികൃതനാണ്, ഉദ്യോഗസ്ഥനാണ് നമുക്കിങ്ങനെ പച്ച വെള്ളം പോലെ പറഞ്ഞു തരുന്നത്. നമ്മളെ വാർഡ് നമ്പർ, നമ്മളെ വീട് നമ്പർ, നമ്മുടെ പഞ്ചായത്തിന്റെ പേര്, നമ്മളെ കേസ് രജിസ്റ്റർ ചെയ്തത്, കേസിന് ഉണ്ടാവാനുള്ള പശ്ചാത്തലങ്ങൾ. എന്തേ നമ്മുടെ വിരല് കിട്ടിയപ്പോ അവരുടെ സിസ്റ്റത്തിൽ അത് മുഴുവൻ ഡിസ്പ്ലേയിലേക്ക് കടന്നു വന്നു. ഞാൻ പറയാണ്, ഈ ആയത്തിന് ചിലപ്പോ ഈ അർത്ഥമൊക്കെ ഉണ്ടാകും. അവന്റെ വിരലടയാളങ്ങളെ ശരിപ്പെടുത്തി കൊടുക്കുന്നവനാണ് തമ്പുരാൻ. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അള്ളാഹുവിന്റെ ചോദ്യം എന്താ? മനുഷ്യ നീ ധരിക്കുന്നുണ്ടോ? എന്നാൽ അത് മൂഢധാരണയാണ്, എന്നാൽ അത് മിഥ്യാധാരണയാണ്. സദഖല്ലാഹ്. നമ്മൾ ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോൾ പറയാൻ കടപ്പെട്ടവരാണ്. എന്ത്? സദഖല്ലാഹ്. ഒരു ഖുർആന്റെ ആയത്ത് ഇങ്ങോട്ട് പാരായണം ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കുട്ടികൾ ഖിറാഅത്ത് ഓതുമ്പോൾ അവസാനിപ്പിക്കുന്ന കേട്ടില്ലേ? സദഖല്ലാഹ്. അല്ലാഹ് പറഞ്ഞത് സത്യമാണ്. അത് നമ്മൾ പറയണം, നമ്മുടെ ജീവിതത്തിൽ ഒരു സംസ്കാരമായിട്ട് കടന്നു വരണം. കാരണം ഇസ്ലാമും ഖുർആനും നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഹെഡ്സിന്റെ കാര്യം പറഞ്ഞെടുത്തുനിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ കേൾവിക്ക്, ശ്രവണപുടങ്ങൾക്ക് അതിൻ്റെതായ ശക്തി, ലിമിറ്റേഷൻ അല്ലാഹു തആല തന്നിട്ടുണ്ട്. അത് നമ്മളെ നികൃഷ്ട ജീവി എന്ന് പറയുന്ന പല ജീവികൾക്കും അതിനേക്കാൾ ശക്തി ഉണ്ട്. എന്നാൽ ഇപ്പൊ നമ്മുടെ മൂക്കിന് മണം പിടിക്കാൻ അല്ലാഹു തആല ഒരു ലിമിറ്റ് തന്നിട്ടുണ്ട്. ശാസ്ത്രം അത് മാപ്പിനി വെച്ചിട്ട് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ 2 മൂക്കിന്റെ ദ്വാരങ്ങളിലൂടെ അവൻ വലിച്ചു കയറ്റുന്ന നാസാരന്ധ്രത്തിന്റെ ഗന്ധശേഷി എത്രയാണ്. എന്നിട്ട് ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താ അറിയോ? അല്ലാഹു തആല സൂറത്ത് നംല് എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തുണ്ട്. ഒരു സൂറത്തിന്റെ പേരെന്താണ്? സൂക്ഷ്മജീവിയായ ഉറുമ്പിന്റെ പേരാണ്. ആ ഉറുമ്പാണെങ്കിലോ നമ്മളെ മൂക്കിന്റെ അകത്തുള്ള ഒരു രോമത്തിന്റെ പകുതി വലിപ്പേ ഉള്ളൂ.
ആ ഉറുമ്പിന്റെ പേരിലാണ് ലോകത്തെ ഇത്രയും വലിയ പ്രാപഞ്ചിക രഹസ്യങ്ങൾ പറയുന്ന വേദഗ്രന്ഥം ഒരു അധ്യായത്തിന്റെ ഹെഡിങ് ശീർഷകം കൊടുത്തത് സൂറത്തുൻ നംല്, ഉറുമ്പിന്റെ പേരിലുള്ള ഒരു സൂക്തം. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ മൂക്കിന്റെ ഘ്രാണശക്തി എത്രയാണോ അതിന്റെ 99 ഇരട്ടി, അതിന്റെ 99 ഇരട്ടി നമ്മളല്ലേ വികസിപ്പിച്ചത്. ബോംബർ വിമാനങ്ങൾ നമ്മളല്ലയോ നിർമ്മിച്ചത്. എന്നിട്ടും ഖുലിഖൽ ഇൻസാനു ദഈഫാ. എന്തേ നമ്മൾ ബലഹീനരായത്? അപ്പൊ നമുക്ക് കുറെ പഠിക്കാണ്ട്. എന്തിന്? നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാവാൻ. നമ്മൾ ഒരുപാട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ മറ്റുള്ള ജീവികൾക്കൊക്കെ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. 2004 ഇന്തോനേഷ്യയുടെ സുമാത്രയിൽ വലിയൊരു സുനാമി തിരമാല കടന്നു വന്നു. 1.5 ലക്ഷം ആളുകൾ ഇന്തോനേഷ്യയുടെ കടപ്പുറത്ത് മാത്രം മനുഷ്യ കബന്ധങ്ങളായി അടിഞ്ഞു കൂടി. പിന്നെ തെരയിലേക്ക് പോവുക, പിന്നെ ഉന്തി വീർത്ത ശവങ്ങളായിട്ട് വീണ്ടും തെരയിൽ നിന്ന് തിരിച്ചു വരിക. കാരണം പരിചരിക്കാൻ ആളില്ല, ശുശ്രൂഷിക്കാൻ ആളില്ല. പിന്നെ അന്യദേശത്ത് നിന്നൊക്കെ ആളുകൾ വന്നിട്ടാണ് ഈ മയ്യത്തുകളെ സംസ്കരിച്ചത്. പല മയ്യത്തുകളും സംസ്കരിക്കാൻ കിട്ടിയില്ല. കാരണം അപ്പോഴേക്ക് ഇന്തോനേഷ്യയുടെ സുമാത്രയുടെ കടപ്പുറത്ത് ഭീമാകാര ജീവികളായിരിക്കുന്ന കഴുകന്മാര്, ഹിംസ്ര ജന്തുക്കൾ വന്നിട്ട് ഈ മൃതദേഹങ്ങളുടെ മരവിച്ച ശരീരങ്ങളിൽ നിന്ന് കണ്ണും കാതും ഹൃദയവും കരളും ഒക്കെ കൊത്തി പറിച്ചു കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. മനുഷ്യന്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ. എന്നാൽ ഒരു ബ്രിട്ടീഷ് സായിപ്പ് ഇന്തോനേഷ്യയുടെ സുമാത്രയുടെ കടപ്പുറത്തേക്ക് ടൂർ വന്നൊരു രംഗുണ്ടായിരുന്നു. അദ്ദേഹം വന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ ഇംഗ്ലീഷുകാർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. എന്ത്? അവരുടെ പെറ്റ്സ് അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെ അല്ലെങ്കിൽ അംഗത്തെക്കാൾ ഉപരി പരിഗണനയിലാണ് അവരൊക്കെ അവരുടെ വളർത്തു മൃഗങ്ങളെ കാണാറുള്ളത്. ഇപ്പൊ നമ്മള് ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമുണ്ടായ സമയത്ത് ഒരു മലയാളി ഡോക്ടറുടെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അവിടെ പഠിക്കാൻ പോയ നഴ്സിംഗ് വിദ്യാർത്ഥികൾ മുഴുവൻ തിരിച്ചു പോന്നു. ഈ മലയാളി ഡോക്ടർ എന്താ, റഷ്യയുടെ ബോംബർ വിമാനങ്ങളും മിസൈലുകളും ഉക്രൈനിലേക്ക് ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുക, ഏത് നിമിഷവും തലയിൽ വന്ന് വീഴാം എന്ന് ഉറപ്പാണ്. ഇദ്ദേഹം ബങ്കറിലാ താമസിക്കുന്നത്, എന്ന് പറഞ്ഞാൽ ഭൂഗർഭ അറയില്. അപ്പൊ ഇദ്ദേഹത്തിന് പേപ്പർ ഉണ്ട്, വിസ ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്. ഇദ്ദേഹത്തിനും ഭാര്യക്കൊക്കെ ഇങ്ങോട്ട് പോരാ. പക്ഷേ അദ്ദേഹം പോറ്റി വളർത്തുന്ന വർഷങ്ങളായി ഉക്രൈനിൽ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ തന്റെ കൂടെ താമസിച്ചിരുന്ന ഒരു വളർത്തു പട്ടിയുണ്ട്. അതിനെ കൊണ്ടുവരാനുള്ള പേപ്പർ വർക്കുകൾ ശരിയായി കിട്ടാത്തതിന്റെ പേരിൽ അദ്ദേഹം ബങ്കറിൽ താമസിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ചില മൃഗങ്ങൾക്ക് മനുഷ്യനോടുള്ള അറ്റാച്ച്മെന്റ് അങ്ങനെയാണ്. അത് മൃഗങ്ങളുടെ സ്വഭാവം കൂടിയാണ്. കാരണം അവ ഒരിക്കലും ദ്രോഹം ചെയ്യൂല, അവ നന്ദി കാണിക്കേ ചെയ്യുള്ളൂ. അതുകൊണ്ടായിരിക്കണം അതൊക്കെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവന്നത് ഇംഗ്ലീഷുകാരുടെ ഒരു കൾച്ചറാണ്. അവർക്കൊരു പെറ്റ്സ്, വളർത്തു പട്ടികയുടെ ഏതെങ്കിലും ഒന്ന് അവർക്ക് ഉണ്ടാകും. അതിന് പ്രത്യേകം മെനു ഉണ്ടാകും, അതിന് ശീതീകരിച്ച റൂം ഉണ്ടാകും, അതിന് ഫുഡ് ഐറ്റംസ് ഉണ്ടാകും. അങ്ങനെ അതിന്റെ ചെങ്ങലയും പിടിച്ചിട്ട് ഈ ടൂർ വന്ന ബ്രിട്ടീഷ് കുടുംബം ഇന്തോനേഷ്യയുടെ കടപ്പുറത്ത് കൂടെ അങ്ങനെ ഈ വളർത്തു പട്ടികയും കൊണ്ട് നടന്നു പോകുമ്പോൾ ഈ സുനാമി തിരമാല വരുന്നതിന്റെ 10-15 മുമ്പുള്ള രംഗം ദൃസാക്ഷികളിൽപ്പെട്ട ചില ആളുകൾ പറയാണ്, ഈ വളർത്തു പട്ടി കയറ് പൊട്ടിച്ച് ചെങ്ങല പൊട്ടിച്ചിട്ട് കുതറി ഓടാൻ ശ്രമിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, എന്താ ഇവന് നമ്മളെ ഒരു അസ്വാഭാവികമായൊരു പെരുമാറ്റം, ഇവങ്ങനൊന്നും ചെയ്യാറില്ലല്ലോ. ഇവൻ അടിക്കാനൊക്കെ നോക്കി, പക്ഷെ ഈ പട്ടി പറഞ്ഞു കേൾക്കുന്നില്ല. അത് വേദനയോടുകൂടെ എന്തൊക്കെയോ അപശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓടാൻ ശ്രമിക്കാൻ. എന്നിട്ട് കൂടെ ഇവരെയും വിളിക്കുന്നുണ്ട്. അതിന്റെ തലയുടെ ആക്ഷൻ കൊണ്ട് ഇവരോട് കൂടെ വരാൻ പറയുന്നുണ്ട്. ആ പട്ടി പിന്നെ ഓടുകയാണ്. ഇവര് വിട്ടുകൊടുക്കും. ഭാര്യ പറഞ്ഞു, നിങ്ങൾ അതിനെ റിലീസാക്കി കൊടുത്തു നോക്ക്, അതെന്താ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ആ പട്ടി എന്ത് ചെയ്തു? അതിന്റെ ചെങ്ങല വിട്ടപ്പോഴേക്ക്, റിലീസാക്കിയപ്പോഴേക്ക് അത് ഓട്ടമാണ്. ഒരു 50 മീറ്ററോളം ഓടിയിട്ട് ഇതിന് വീണ്ടും ഒരു ദയനീയത, ഒരു സിമ്പതി എമ്പതി ഒക്കെ കടന്നു വരിക. എന്ത്? എന്നെ പോറ്റി വളർത്തി എന്റെ കുടുംബല്ലേ അത്. വീണ്ടും അത് തിരിച്ചു വന്നു അവരെ കുരച്ചു വിളിച്ചു എന്നാണ്. ഇവര് പോകാൻ കൂട്ടാക്കിയില്ല. ഈ പട്ടി പറയുന്ന ഭാഷ ഇവർക്ക് മനസ്സിലായില്ല. അറ്റ കൈക്ക് അവസാന നിമിഷം ഈ വളർത്തുപട്ടി ഓടി മറിയുന്നതും അതിന്റെ കാൽപാദങ്ങൾക്ക് പിറകെ ഒരു തെങ്ങിന്റെ ഒക്കെ ഉയരത്തിലുള്ള ഭീമാകാരമായ സുനാമി തിരമാലകൾ വന്ന് ഈ കുടുംബത്തെ നക്കി തുടച്ചു പോയതും ഒരു നിമിഷമായിരുന്നു. അപ്പോ ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ബലഹീനനും ഒരു സർവകലാശാലയിലും പോവാത്ത, ഒരു ഗവേഷണങ്ങൾക്കും തല കൊടുക്കാത്ത ഈ മൃഗം ഭൂമിയുടെ പൾസ് അറിയാനുള്ള ഗവേഷണ തൽപരതയും അഭിവാഞ്ചയും അതിനുള്ള യുക്തിയും അതിനുള്ള ശക്തിയും അല്ലാഹു തആല ഈ പട്ടിക്കും കൊടുത്തിട്ടുണ്ട്, ജീവജാലങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ദേശാടന പക്ഷികളെ പറ്റി പഠിച്ച ഡോക്ടർ സാലിം അലി പക്ഷി ശാസ്ത്രജ്ഞനാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പക്ഷി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, ചില
ചില ദേശാടന കിളികൾ ഒരു നാട്ടിൽ ആഫ്രിക്കയിൽ നിന്നും നൈജീരിയയിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടുകളിലേക്ക്, നമ്മുടെ കാസർഗോഡൊക്കെ ഉള്ള കണ്ടൽ കാടുകളിലേക്ക്, പുഴയോട് ചേർന്നിട്ടുള്ള കണ്ടൽ കാടിന്റെ ദ്വീപിലേക്ക് ചില ദേശാടന കിളികൾ പറന്നു വരാറുണ്ട്. ആ ദേശാടന കിളികൾ തിരിച്ചു പറക്കുന്നതുവരെ ആ നാട്ടുകാർക്ക് സമാധാനത്തിൽ അവിടെ താമസിക്കാം. അവ തിരിച്ചു പറക്കാൻ 6 മാസമൊക്കെ എടുക്കും. പക്ഷെ 2 മാസം കൊണ്ട് തന്നെ അവയെ ഒന്നാകെ തിരിച്ചു പറന്നു എങ്കിൽ ആ നാട്ടിൽ എന്തോ ഒരു അത്യാഹിതം സംഭവിക്കാനുണ്ട് എന്ന സൂചന അടക്കം പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സാലിം അലി എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഭൂമിയുടെ പൾസറിയാനും അന്തരീക്ഷത്തിന്റെ പൾസറിയാനും കടലിന്റെ തിരമാലയുടെ ഓരോ ഘനഗാംഭീര്യമുള്ള ഇരമ്പലിൽ നിന്നും അതിന്റെ ചലനങ്ങൾ എങ്ങോട്ടാണ് എന്ന് തിരിച്ചറിയാനും നമുക്കൊന്നും ശക്തി കിട്ടിയിട്ടില്ല. നമുക്കിപ്പോഴും സയൻസിന്റെ മാപ്പിനി വേണം. എന്നിട്ട് തന്നെ ഇന്ന് മഴ പെയ്യും എന്ന് പറയുമ്പോൾ നട്ടാടുച്ചക്ക് പൊരിവെയിലാണ് അല്ലേ? വെയിൽ പ്രതീക്ഷിക്കണം എന്ന് പറയുന്നിടത്ത് നല്ല പ്രളയ സമാനമായിരിക്കുന്ന ജലസാഗരമാണ്. അതാണ് മനുഷ്യന്റെ അവസ്ഥ. കാരണം നമ്മൾ മാത്രമാണ് ബലഹീനൻ. ലോകത്ത് എല്ലാ ജീവികൾക്കും അല്ലാഹു റഡാർ സംവിധാനങ്ങൾ, സെൻസർ സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നായ നോക്കൂ നിങ്ങൾ, മുഗല്ലദായ നജസാണ്. ഒരു നായ ഇദാ വലഅൽ കൽബ് ഫീ ഇനാഇ അഹദികും, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലെ പാത്രത്തിൽ നായ തലയിട്ട് കഴിഞ്ഞാൽ ഫഗ്സിലൂഹു 7 മർറാത്ത്, 7 വട്ടം നിങ്ങൾ ആ പാത്രം കഴുകണം. ഉലാഹുന്ന ബിത്തുറാബ്, അതിൽ ഒന്നാമത്തത് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടുമാവണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അത് മസ്അല. അതിന്റെ അർത്ഥം നായ വളരെ മോശമാണെന്നല്ല. അത് നായി നമ്മളും തമ്മിലുള്ള ഒരു ഹുക്കുമാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഒരു കേക്ക് അനുസരിക്കുക. അത് ദീനിന്റെ ഒരു മനാസിക്കാണ്. അതേസമയം അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലുമാണ്. സ്വർഗത്തിലുള്ള നായകളുണ്ട്. മഹാനായ റിഫായി ഷെയ്ഖ് എന്ന് പറയുന്ന അഹമ്മദ് കബീർ റിഫായി തങ്ങളെ ഏറ്റവും വലിയ സൂഫി ചക്രവാളത്തിലെ ഉന്നതനായത് 40 ദിവസം യാത്രക്കിടയിൽ ഒരു കുഷ്ഠരോഗിയായ നായയെ കണ്ടിട്ട് അലിവ് തോന്നിയിട്ട് തന്റെ ശിഷ്യന്മാരായ ആൾക്കാരുടെ കൂട്ടത്തിൽ ആരാ ഡോക്ടർ എന്ന് ചോദിച്ചു, ആരാ ജന്തുക്കളെ ചികിത്സിക്കണം വിശ്വകരൻ എന്ന് ചോദിച്ചു. അപ്പൊ 2 നിപുണന്മാരായ ഡോക്ടർമാർ കടന്നു വന്നു. അവർ പച്ചമരുന്നും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു തന്നിരിക്കുന്ന ഈ നൈപുണ്യം ഈ മിണ്ടാപ്രാണിയായ നായക്ക് ഉപയോഗിക്കണം. എന്നിട്ട് ആ നായയുടെ ശരീരത്തിലെ മുറിവുകൾ മുഴുവൻ വെച്ച് കെട്ടി അതിനെ തൊട്ടപ്പുറത്ത് ടെന്റിൽ പാർപ്പിച്ചു. 40 ദിവസം ശുശ്രൂഷിച്ചാൽ പൂർണ്ണമായും ഇതിന്റെ കുഷ്ഠരോഗം മാറും എന്ന് വിദഗ്ധരായ ശിഷ്യന്മാരിൽപ്പെട്ട ഡോക്ടർമാര് റിഫായി തങ്ങളോട് പറഞ്ഞപ്പോ യാത്ര മാറ്റി വെച്ചിട്ട് ആ മിണ്ടാപ്രാണിക്ക് വേണ്ടി 40 ദിവസം തൊട്ടപ്പുറത്ത് ടെന്റ് കെട്ടിയ മനുഷ്യരാണ്. നമ്മൾ ചില ദീനിന്റെ പാഠങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഡൗൺ ടു എർത്ത് സൂഫി ചക്രവാളത്തിൽ ഉന്നതരായവർ മുഴുവൻ പാതാളത്തോളം താഴ്ന്ന് ജീവിച്ചപ്പോഴാണ് നമുക്കൊക്കെ ഉയർന്നു നിൽക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ വേൾഡ് കപ്പ് കഴിഞ്ഞു. ഒരുപാട് രാജ്യങ്ങളും രാജ്യങ്ങളിലെ കളിക്കാരും ശ്രദ്ധാകേന്ദ്രങ്ങളായി ഒരുപാട് താരങ്ങളുടെ മാർക്കറ്റ് വാല്യൂ കൂടി ചില ആൾക്കാർ ഇടിഞ്ഞു. എല്ലാരും ലേലം വിളിച്ച് കൊണ്ടുപോയി. ഓരോ രാജ്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു. എല്ലാം നടന്നു. പക്ഷേ ഒരു രാജ്യത്തിന്റെ കളിക്കാരുടെയും മുകളിൽ ആ രാജ്യത്തിന്റെ കാണികൾ ലോകത്ത് ചർച്ചാ വിഷയമായി. ഈ ഖത്തർ വേൾഡ് കപ്പിൽ അതേതായിരുന്നു? അത് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യമായിരുന്നു. ജപ്പാന് 3 കളിയിട്ടേ കളിച്ചിട്ടുള്ളൂ. അവർ ക്വാർട്ടറിലോ സെമിയിലോ ഫൈനലിലോ ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ എന്നിട്ടും ജപ്പാനിലെ കാണികളാകുന്ന ജപ്പാൻ രാജ്യക്കാര് ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. അപ്പൊ എന്താ കാരണം? ഈ ഒരു രാജ്യത്തിന്റെ കളി നടക്കുമ്പോൾ കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടത്തപ്പെടാറുള്ളത് ആ രാജ്യക്കാർക്കാണ് പ്രിവിലേജ് കൊടുക്കുക. അങ്ങനെ ജപ്പാന്റെ കളി നടക്കുമ്പോൾ ഭൂരിഭാഗം ജപ്പാന്റെ ആൾക്കാരുണ്ടാകും, വേറെ രാജ്യക്കാരായ കാണികളും ഉണ്ടാകും. അപ്പൊ ലുസൈൽ സ്റ്റേഡിയത്തിലാകട്ടെ അൽബൈത്തിലാകട്ടെ ഏത് സ്റ്റേഡിയത്തിൽ ജപ്പാന്റെ കളി നടന്നോ ജപ്പാന്റെ കാണികള് ആ കളിയെല്ലാം കഴിഞ്ഞ് കളിക്കാരും മറ്റ് രാജ്യക്കാരായ കാണികളും ആ ഗാലറിയിൽ നിന്ന് പൊടിയും തട്ടി തിരിച്ചുപോയതിന്റെ ശേഷം ജപ്പാൻ രാജ്യക്കാരായ ഭൂരിപക്ഷ കാണികൾ ചെയ്ത പണി എന്താണ്? ഇത് ഇവർ പ്ലാൻ ചെയ്ത് വന്ന അജണ്ടയൊന്നുമല്ല, ഇത് എഴുതി തയ്യാറാക്കിയ തിരക്കഥയൊന്നുമല്ല. പിന്നെ അവർ ശീലിച്ച സംസ്കാരം അവർ ഖത്തറിലെ സ്റ്റേഡിയത്തിൽ ചെയ്തു. എന്താ അവർ ചെയ്ത പ്രക്രിയ? കളിയെല്ലാം കഴിഞ്ഞ് ആരവം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോ ഇവര് 10 മിനിറ്റ് കൊണ്ട് മറ്റുള്ള രാജ്യക്കാരായ എല്ലാ ആളുകളും ചവച്ചു തുപ്പിയ വേസ്റ്റുകൾ, അവരുപയോഗിച്ച് വലിച്ചെറിഞ്ഞിരിക്കുന്ന കോഫി ഗ്ലാസുകൾ, അവർ തുടച്ചു വലിച്ചെറിഞ്ഞിരിക്കുന്ന ടിഷ്യൂ പേപ്പറുകൾ, മറ്റുള്ള വേസ്റ്റുകൾ, അതെല്ലാം ഗ്ലൗ പോലും ധരിക്കാത്ത നഗ്നമായ കൈകളെ കൊണ്ട് ഗാലറിയുടെ സീറ്റുകൾക്കിടയിൽ നിന്ന് അരിച്ച് പെറുക്കി കളക്ട് ചെയ്ത് അത് വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി സംസ്കരിച്ചു. 1000 വളണ്ടിയർമാർക്ക്
1 മണിക്കൂർ നേരം കൊണ്ട് പോലും ചെയ്യാൻ കഴിയാത്ത സാധനം 10,000-കണക്കിന് കാണികൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. എന്തേ? അതവരെ കൾച്ചറായിരുന്നു. അപ്പൊ ലോകത്ത് ഒരുപാട് വിദേശ മാധ്യമങ്ങള്, ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഭയങ്കര കുതുകികളായിരിക്കും. എന്താ ഈ കുതുകി എന്നുള്ള മലയാള വാക്കിന്റെ അർത്ഥം? അത് കൗതുകം എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. കുതുകി. കുതുകി എന്ന് പറഞ്ഞാൽ കൗതുകം ഉള്ളവൻ എന്നാണ്. ഏതൊരു കാര്യം അറിഞ്ഞാലും എന്താ അത് അങ്ങനെ ആവാൻ കാരണം, അപ്പൊ നമുക്ക് അന്വേഷിക്കണമല്ലോ, അതൊന്ന് പഠിക്കണമല്ലോ. അങ്ങനെ ഈ 3 സ്റ്റേഡിയത്തിലും ജപ്പാനിലെ കാണികൾ ഇങ്ങനെ സ്റ്റേഡിയം വൃത്തിയാക്കുന്നത് കണ്ട ചില യൂറോപ്യൻ മാധ്യമ പ്രവർത്തകരായ കുതുകികൾ ജപ്പാനെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു. അവര് മേശപ്പുറത്ത് വെച്ച റിസൾട്ട് എന്താണ്? ഇത് ഈ രാജ്യം കൊടുക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ ജപ്പാനിലെ സ്കൂളുകളുടെ പ്രത്യേകത എന്താണ്? അവിടെ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്ന എല്ലാ സ്കൂളുകളും 8 പീരീഡ് ഉണ്ടെങ്കിൽ അതിൽ 1 പീരീഡ് തറപ്പണി എടുക്കാനാണ്. തറപ്പണി മീൻസ് 7 പീരീഡ് അക്കാഡമിക് ആയിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാൻ. 1 പീരീഡോ ഏത് വമ്പൻ കോടീശ്വരന്റെ മകനാണെങ്കിലും മകളാണെങ്കിലും ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ 8 പീരീഡിൽപ്പെട്ട 1 പീരീഡ് തറപ്പണി എടുക്കണം, നിലം തൊഴുത് വൃത്തിയാക്കണം, ബാത്റൂമിന്റെ ഫ്ലോർ ക്ലീൻ ചെയ്യണം, മോപ്പിട്ടിട്ട് ക്ലീൻ ചെയ്യണം, ഷൂലെടുത്തിട്ട് അടിച്ചു വാരണം, വേസ്റ്റുകൾ സംസ്കരിക്കണം. ഒരു കുട്ടി ഇത് ശീലിക്കാണ് ചെറുപ്പത്തിലെ. അതവരുടെ ബ്ലഡിൽ പിന്നെ ലയിച്ചേർന്നു. പിന്നെ അവർ എത്ര വലിയ പൊസിഷനിൽ എത്തിയ വലിയ മൾട്ടി മില്യണർ ആവട്ടെ, ശതകോടീശ്വരനാവട്ടെ, തറപ്പണി എടുക്കാൻ അവർക്ക് അതൊരു എന്താ പറയുക ഉദാസീനതയായി മാറിയിട്ടില്ല. അപ്പൊ അവര് പഠിച്ചത് ഇവിടെ വന്നപ്പോൾ അവര് അറിയാതെ പ്രവർത്തിച്ചപ്പോൾ അത് വേറുള്ള രാജ്യക്കാർക്കൊക്കെ വലിയ അത്ഭുതമായി. അപ്പൊ കൾച്ചർ, സംസ്കാരം എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ പകർന്നു കൊടുക്കുമ്പോഴാണ്. അപ്പൊ ഷെയ്ഖ് റിഫായി തങ്ങള് ഒരു നായയെ കണ്ടപ്പോൾ, നമ്മളൊക്കെ കുട്ടികൾ നായയെ കണ്ടാൽ ആദ്യം കുമ്പിടും. അങ്ങനെ നായക്കെന്നറിയാം ഒരു കുട്ടി കുമ്പിട്ടാ ഓടണമെന്ന്. കാരണം അത് കല്ലെടുക്കാനാണെന്ന് നായ വായിച്ചു, അതിന്റെ സെൻസർ ഉപയോഗിച്ചിട്ട്. കാരണം ഒരുപാട് അനുഭവങ്ങൾ ആ നായക്കുണ്ടായിട്ടുണ്ടാകും. നമ്മുടെ ദീനുൽ ഇസ്ലാമിൽ അള്ളാന്റെ റസൂല് നായയെ പറ്റി പറഞ്ഞ എന്താ അറിയോ? അത് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മള് സംഗതി മുഗല്ലദായ നജസ്, അത് ഇസ്ലാമിന്റെ മസാലയാണ്. അത് ആ ഭാഗത്തെ ശ്രദ്ധിച്ചാ പോരെ. അതിന്റെ അർത്ഥം എന്താ? ഒരു മുന്നിൽ അല്ലെങ്കിൽ വഴിയിലൂടെ ഒരു നായ അതിന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ കല്ലെടുത്തെറിയണം എന്നാണോ? അങ്ങനെ എറിയാൻ കല്ലെടുക്കുന്ന മക്കളെ നമ്മൾ ഗുണദോഷിക്കണം. മക്കളെ, നായയെ നല്ല രീതിയിൽ പരിപാലിക്കാനും അതിനെ സംരക്ഷിക്കാനും ആഹ്വാനം ചെയ്ത നായകന്റെ അനുയായികളാണ് നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു, ലൗലാ അന്നൽ കിലാബ ഉമ്മത്തും മിൻ ഉമമിക്കും. ഇങ്ങനെ നടക്കുന്ന ഈ തെരുവ് പട്ടികളൊക്കെ തന്നെ നിങ്ങളെപ്പോലെ ഉമ്മത്തിൽപ്പെട്ട ഒരു ഉമ്മത്തല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു നമുക്കൊക്കെ റൂഹ് തന്ന പോലെ അള്ളാഹു റൂഹ് കൊടുത്ത ഒരു ജീവി അല്ലായിരുന്നു എങ്കിൽ ലഅമർതു ബിഖത്ലിഹാ, അതിനെ കൊന്നുകളയാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നു. എന്താണ് ഹദീസിന്റെ സാരം? അള്ളാഹു റൂഹ് കൊടുത്തൊരു ജീവിയായിരുന്നില്ല നായ എങ്കിൽ ലഅമർതു ബിഖത്ലിഹാ, ഞാൻ അതിനെ കൊല്ലാൻ പറയായിരുന്നു. അപ്പൊ നായനെങ്ങനെ കല്ലെറിയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, അത് ഉപദ്രവകാരിയായ ശ്വാനൻ അല്ല, നായ അല്ല എങ്കിൽ നമ്മൾ ആദ്യം അവരെ കുടുംബ ചർച്ചകളിലേക്ക് ആ മക്കളെ കൊണ്ടുപോകേണ്ടത്. മോനെ, അതൊരു കുടുംബത്തിന്റെ അമ്മയാണ്, അതിന് മക്കളുണ്ടാകും. ആ മക്കളെ പാലൂട്ടുന്ന, മുലയൂട്ടി വളർത്തുന്ന, അല്ലേ, ആ മക്കൾക്ക് അമ്മിഞ്ഞപ്പാൽ, അമൃത കുംഭങ്ങളെ ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു വത്സലയായ മാതാവാണ്, അമ്മയാണ് ആ നായ എന്ന ഒരു പ്രകൃതിയുടെ കാരുണ്യം നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ദീനുൽ ഇസ്ലാം കാരുണ്യത്തിന്റെ മതാകുന്നത്. അല്ലെങ്കിൽ ഏറ്റവും വലിയ കറാമത്ത് കാണിച്ച ഷെയ്ഖ് റിഫായി തങ്ങൾ 40 ദിവസം ടെന്റ് കെട്ടൂല. അപ്പൊ കൾച്ചറുകൾ നമ്മൾ കൊടുക്കേണ്ട സാധനമാണ്. അപ്പൊ ആ നായ ഇങ്ങനെ മുഗല്ലദായ നജസാക്കി മാറ്റി വെച്ചിട്ടും നായക്ക് അള്ളാഹു കൊടുത്ത ശക്തി എന്തൊക്കെയാണ്. ഇപ്പോഴും ആയോധന കലകളിൽ ഇത്രയും വലിയ പരിശീലനം സിദ്ധിച്ച വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇപ്പോഴും ഡോഗ് സ്ക്വാഡ് ഉണ്ട്. എന്ത് കേസ് അന്വേഷിക്കുന്നതും എന്ത് കേസ് തെളിയിക്കുന്നതും ഡോഗ് സ്ക്വാഡിൽപ്പെട്ട പേര് കേട്ട നായകളാണ്. ഓരോ ജീവിയും അങ്ങനെയാണ്. പുൽച്ചാടി സ്വന്തം ശരീരത്തിന്റെ 35 ഇരട്ടി മുകളിലേക്ക് ചാടുന്നുണ്ട്. ആ പുൽച്ചാടി നമ്മളോട് പറയുന്നുണ്ടാകും, മനുഷ്യ, നെളിഞ്ഞു നടക്കണ മനുഷ്യ, നിനക്ക് നിന്റെ സ്വന്തം ശരീരത്തിന്റെ 1 ഇരട്ടി ചാടാൻ കഴിയോ? ആ പുൽച്ചാടി ചാടിയ ദൂരെത്രയാണ്, ഉയരെത്രയാണ്? 35 ഇരട്ടി. ആ മനുഷ്യനെങ്ങാണ് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്ത്യയിലൊക്കെ പറയുന്ന വലിയ വലിയ എന്താ പറയാ ബുർജുൽ ഹിന്ദ് എന്നൊക്കെ പറയുന്ന 24 നിലക്കുള്ള കെട്ടിടങ്ങളില്ലേ, അതിക്കൊന്നും ലിഫ്റ്റ് ആവശ്യം ഉണ്ടാവില്ല. നമ്മളൊക്കെ നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ 34-35 ഇരട്ടി ചാടാൻ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ
പക്ഷേ അല്ലാഹു തആല എവിടൊക്കെയോ പിടിച്ചിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ. നിന്റെ കാതിന് ശക്തി, ഒരു ശ്രവണശേഷിക്ക് ലിമിറ്റ്, നിന്റെ കണ്ണിന് ലിമിറ്റ്, നിന്റെ ബുദ്ധിക്ക് ലിമിറ്റ്, നിന്റെ ചിന്തക്ക് ലിമിറ്റ്, നിന്റെ പക്വതക്ക് ലിമിറ്റ്, നമുക്ക് എല്ലാത്തിനും അല്ലാഹു തആല ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ജീവിക്കുക സഹോദര. അതെല്ലാ കാര്യത്തിലും അങ്ങനെ പറയേണ്ടത്. എന്ത് നമ്മൾ ക്യൂരിയോസിറ്റിയോട് കൂടെ വളരാനാണ്. റമദാൻ വരാൻ പോവാണ്, റജബ് തുടങ്ങി, റമദാനിന്റെ കുളമ്പടി ശബ്ദങ്ങൾ കേട്ടു എന്നാണ്. റജബിന്റെ ദുആ പള്ളിയിൽ നിന്ന് കേട്ടാൽ അതിന്റെ അർത്ഥം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. 2 മാസം മുമ്പ് നമ്മൾ ഒരുങ്ങുകയാണ്. റമളാനിന് വേണ്ടി 2 മാസം മുമ്പ് ഒരുങ്ങാൻ. അതുകൊണ്ടാണ് ബല്ലിഗ്നാ ശഹ്റ റമളാൻ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? പഠിച്ചോനെ, ഞങ്ങൾ നിലകൊള്ളുന്ന റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് കിട്ടണേ. അതിന് വലിയ അർത്ഥം ഉണ്ട്. അതിനൊക്കെ അത് വിശദീകരിക്കാൻ സമയമില്ല, ഇപ്പോൾ എന്റെ വിഷയത്തിന്റെ ഭാഗമല്ല. വബല്ലിഗ്നാ ശഹ്റ റമളാൻ, റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ ദുആ എന്താണ്? നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു, നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ റമളാൻ ഇവിടേക്ക് എത്തും. പിന്നെ നമ്മൾ അങ്ങനെ ദ്വാരക്കണോ? റമളാൻ അതിന്റെ സീസൺ ആവുമ്പോൾ എത്തൂലേ? പിന്നെന്താ ഈ ബല്ലിഗ്നാ റമളാൻ, ഞങ്ങളെ റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞാല് ഞങ്ങളെ ആഫിയത്തോടു കൂടെ റമളാനിലേക്ക് എത്തിക്കണേ എന്നാണ്. കാരണം കഴിഞ്ഞ റമളാൻ ഷരീഫിൽ നമ്മളോട് കൂടെ ഈ പള്ളിയുടെ അകത്തൊക്കെ എഴുത്തിക്കാഫിരിക്കാനുണ്ടായിരുന്നവർ കഴിഞ്ഞ റമളാൻ ഷരീഫിന് നമ്മുടെ ഇടത്തും വലത്തും തറാവീഹിന് തക്ബീർ കെട്ടുമ്പോൾ നമ്മളോടുകൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ സലാം വീട്ടിയിട്ട് ഉറക്ക ഉരുവിട്ട പല ആൾക്കാരും ഇന്ന് ഈ കസേരകളിൽ കാണുന്നില്ല. അവരൊക്കെ ഇവിടെ ഇരിക്കേണ്ടവരായിരുന്നു. എവിടെയാണ്? അവരെ തെരഞ്ഞു നോക്കിയാൽ ഏതോ ഒരു മീസാൻ കല്ലിന്റെ മുകളിൽ പോലെ പേരുണ്ടാവും. ഏതോ ഒരു മൈലാഞ്ചി ചെടിയുടെ ചോട്ടിൽ അവർ ശാന്തരായി ഉറങ്ങുന്നുണ്ടാകും. അപ്പൊ ബല്ലിഗ്നാ റമളാൻ എന്നുള്ള ദുആന്റെ അർത്ഥം ഞങ്ങളെ ഇസ്സത്തോടെ, റാഹത്തോടെ, ആയുസ്സോടെ, തൗഫീഖോടെ റമളാനിലേക്ക് എത്തിക്കണേ തമ്പുരാനേ. അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ശഹറുകളിൽ ശറഫൂറ്റ മാസം റമളാൻ, സഹനത്തിൻ സന്ദേശം ഓതും റമളാൻ, റഹ്മത്തിൻ മലക്കുകൾ ഇറങ്ങും റമളാൻ, പെരിയോന്റെ പോലീവുകൾ വീശും റമളാൻ, ജന്നത്തിൻ വാതിൽ തുറക്കും, അനുഗ്രഹം മണ്ണിൽ നിറക്കും, ഖൈറിൻ പ്രലോഭം വിരിക്കും, കാലത്തിലേക്ക് നമിക്കും, ഖൈറിന്റെ മാസം, ശാന്തി തൻ മാസം, സത്യഖുർആൻ ഇറങ്ങിയ മാസം, സത്യഖുർആൻ ഇറങ്ങിയ മാസം. അങ്ങനെ ഒരു പരിവർത്തനത്തിന്റെ മുച്ചൂടും നമ്മളെ മാറ്റിമറിക്കുന്ന ഒരു മനോഹരമായ വസന്തപൂരിതമായ റമളാൻ മണ്ണിലേക്ക് തീർത്ത പ്രവാഹം പോലെ കടന്നു വരാനിരിക്കുകയാണ്. ആ റമളാനിന്റെ കുളമ്പടി ശബ്ദങ്ങള് നമ്മുടെ കർണപുടങ്ങളിലേക്ക് അല തല്ലുന്നതിന്റെ അടയാളമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ എന്ന മിമ്പറിൽ നിന്ന്, മിഹ്റാബിൽ നിന്ന് നമ്മുടെ ഇമാമുമാര് നടത്തുന്ന ദുആ, അത് തിരിച്ചറിയാൻ നമുക്ക് സെൻസ് വേണം, നമുക്ക് കഴിവ് വേണം. അപ്പൊ ഓരോ മാസം വരുവാൻ. അപ്പൊ റമളാൻ അള്ളാഹു നമ്മളെ പാകപ്പെടുത്താനും പരുവപ്പെടുത്താനും നമ്മളെ മാറ്റിമറിക്കാനൊക്കെ നമുക്ക് തരുന്ന വലിയൊരു ദിവ്യ വസന്തമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പാകപ്പിഴവുകളെ വിമലീകരിക്കാന്, സ്ഫുടീകരിക്കാന്, സംശുദ്ധ ജനകമാക്കാന്, അതൊക്കെ കുറ്റമറ്റതാക്കാന് നമുക്കുള്ള ഒരു വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അല്ലാഹു തആല ഈ പവിത്രമായ സന്ദർഭങ്ങളിലൂടെ നൽകുന്നത്. അതിന് റജബിൽ ഒരുങ്ങണം, ശഅബാനിൽ ഒരുങ്ങണം. റജബ് നമ്മൾ വിത്തിറക്കണം, ശഅബാനിൽ നനച്ചു കൊടുക്കണം. അപ്പോഴേ റമളാനിൽ കൊയ്തെടുക്കാൻ കാർഷിക വിഭവം ഉണ്ടാവുള്ളൂ. അയാൾ വിത്തിറക്കാനും പോയിട്ടില്ല, അയാൾ നനക്കാനും പോയിട്ടില്ല. അയാൾ കറ്റ കൊയ്യാൻ പിന്നെ എങ്ങനെയാണ് ഈ വലിയ മടവാളുമായിട്ട് അരിവാളുമായിട്ട് പോവുക? അവിടെ പോയാൽ ആ പാടം ശൂന്യമാവൂലേ? അതിന്റെ ആൾക്കാർ ചോദിക്കൂലേ, ഇനി വിത്തവിടെ? അപ്പൊ റജബുൻ ശഹ്റുസ് സറാഅ്, റജബ് എന്ന് പറയുന്ന മാസം കൃഷിപ്പണി തുടങ്ങേണ്ട മാസമാണ്. ഏതാ ആലിമീങ്ങൾ പറഞ്ഞ കൃഷി? ഇബാദത്താകുന്ന കൃഷി, ഖുർആനോത്തിന്റെ കൃഷിപ്പണി തുടങ്ങാൻ, എഴുത്തികാഫിന്റെ കൃഷിപ്പണി ഇങ്ങനെ തുടങ്ങാൻ.
അങ്ങനെ ഷഅബാൻ ആകുമ്പോൾ ഒരു മാസമാണ് പൂർത്തിയായി ഷഅബാൻ കടക്കുമ്പോൾ ആ നമ്മൾ നനച്ച വിത്തുകളൊക്കെ തന്നെ നമ്മളിങ്ങനെ പോയിട്ട് നനച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ചുറ്റും വേലി കെട്ടണം. ഇടക്കിടക്ക് അവിടെ ഇങ്ങനെ പോയി നോക്കി തിരിച്ചു പോരണം. അപ്പൊ ഇങ്ങനെ തൈത്തലകൾ ഇങ്ങനെ തളിർത്ത് പന്തരിച്ച് ഷഅബാൻ പൂർത്തിയാകുമ്പോഴേക്ക് അതിങ്ങനെ പൂത്തുല്ലസിച്ച് നിൽക്കുന്നുണ്ടാകും. അപ്പൊ റമളാനില് അപ്പൊ നിങ്ങൾക്ക് റമളാനിൽ അരിവാളെടുത്ത് പോയിട്ട് നേരെ കറ്റ കൊയ്യാം, ഫലങ്ങളെ പറിച്ച് പത്തായത്തിൽ കൊണ്ടുവന്ന് ശേഖരിക്കാം. എന്തൊരു എക്സാമ്പിളാണ്. കാരണം നമ്മളൊക്കെ കർഷകരാണ്, അല്ലെങ്കിൽ കർഷകരുമായിട്ട് ഓരം ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ മഹാന്മാര് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഇബാദത്തിന്റെ വിഷയത്തിൽ ഇത് വേഗം ക്യാച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനാണല്ലോ ഉദാഹരണം പറയുന്നത്. ഈ സോദാഹരണം അഥവാ ഉദാഹരണ സഹിതം ഇതിന്റെ ഗൗരവം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റമളാനിന്റെ തുടികൊട്ട് നമ്മളെ കാതിൽ വന്നിട്ട് അലക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ തീരുമാനിക്കണം, റമളാനിലൊക്കെ കുറച്ച് ഒഴിവിട്ടിട്ട് കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ തന്നെ പ്ലാൻഡ് ആവണം. റമളാനിൽ എന്തൊക്കെ ചെയ്യണം? അപ്പൊ റമളാനിൽ കൂടുതൽ ഏൺ ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ റജബിലും ഷഅബാനിലും ഒക്കെ അത് മറ്റ് മാനങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് റമളാനിലൊന്ന് ഫ്രീ ആക്കാനും കുറച്ച് എഴുത്തിക്കാഫിന് കൊടുക്കാനും കുറച്ച് ദാനധർമ്മങ്ങൾക്ക് കൊടുക്കാൻ, കുറച്ച് കൂട്ടുകുടുംബ ബന്ധങ്ങളൊക്കെ ഊഷ്മളമാക്കാൻ ഒക്കെ ചെയ്യാം. ഇപ്പൊ 4 അടയാളങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചതാണ്. സമയം ഒരുപാടായി, അവസാനിപ്പിക്കാൻ പോവാണ്. ദുആയിലേക്ക് കടക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ രണ്ടാമത്തെ അടയാളം പറഞ്ഞത് അദ്നാ സ്വദീഖഹു, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചെറുപ്പക്കാര് അവരുടെ ചോരബന്ധങ്ങളെക്കാൾ വലിയ പ്രാധാന്യം അവരുടെ സുഹൃൽ ബന്ധങ്ങൾക്ക്. അതിന്റെ അർത്ഥം സുഹൃത്തുക്കൾ വേണ്ടെന്നല്ല, പക്ഷേ കുടുംബക്കാരെ അവഗണിച്ചിട്ട് സൗഹൃദങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉമ്മത്തിൽ വരിക. സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുക, ലഹരിയുടെ ആൾക്കാരൊക്കെ സ്വന്തം സുഹൃത്തുക്കളിലൂടെ നമ്മിലേക്ക് വരിക, അത് ഉപദേശിക്കുന്ന കുടുംബക്കാരെ നമ്മൾ അകറ്റുക. അപ്പൊ കുടുംബത്തേക്ക് പോയാൽ സുഖമില്ല. വാട്സപ്പ് റീചാർജബിൾ നടക്കുന്നുണ്ട്, നെറ്റിന് ഫുൾ ഡാറ്റ ഉണ്ട്, പക്ഷെ സ്വന്തം കുടുംബക്കാരുടെ കൂട്ടും വർത്തമാനം അറിയാൻ നമ്മളൊരു കോള് പോകുന്നില്ല, ഒരു SMS പോകുന്നില്ല, ഒരു ചാറ്റിംഗ് പോകുന്നില്ല. അതൊക്കെ സൗഹൃദങ്ങൾക്ക് വേണ്ടി മാത്രമാവുക. നേരം ഇരുട്ടിയത് മുതൽ നേരം പുലരുവോളം സൗഹൃദങ്ങളെ സമീപിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഡാറ്റകൾ ചെലവഴിക്കപ്പെടുക. ഇതൊക്കെ ഈ ഹദീസിന് അർത്ഥമുണ്ടായേക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ മാനം ഈ ഹദീസിലൂടെ കണ്ടെത്തണം. കാരണം ഹബീബായ നബി തങ്ങൾ ഒരു കാര്യം വെറുതെ പറയില്ലല്ലോ, ദീർഘദർശനം നടത്തിയ ആളല്ലേ. മൂന്നാമത്തെ അടയാളം എന്താണ്? പരിശുദ്ധ റസൂൽ തങ്ങൾ പറയുകയാണ്, സ്വന്തം ജന്മം നൽകിയ അവനെ നൊന്ത് പ്രസവിച്ച മാതാവിനെ അവൻ നിസ്സാരവൽക്കരിക്കുന്ന സ്ഥിതിവിശേഷം എന്റെ ഉമ്മത്തിന്റെ കുടുംബത്തിൽ കടന്നു വരിക. ഉമ്മാക്ക് വീട്ടിൽ വിലയില്ലാതെയാവുക, ഉമ്മാന്റെ അഭിപ്രായങ്ങൾക്ക് വിലയില്ലാതെയാവുക, ഉമ്മയല്ലാത്തവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവുക, മാതാവിന്റെ അഭിപ്രായങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുക. ഇത് അന്ത്യനാളിന്റെ അടയാളമാണ്. നാലാമത് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വന്തം അവനെ പോറ്റി പരിപാലിച്ച് അവനെ സംരക്ഷിച്ച് വളർത്തിയ അവന്റെ പരിചാരകനായ അവന്റെ പിതാവ് അഖ്സാ വിദൂരത്താക്കപ്പെടുക. അപ്പൊ വാപ്പ വിദൂരത്താക്കപ്പെടുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? വാപ്പാനെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകണം എന്നൊന്നുമില്ല. അതിന് പകരം വാപ്പ മാനസികമായിട്ട് നമ്മളിൽ നിന്ന് വിദൂരത്തായാൽ മതി എന്ന് പറഞ്ഞാൽ, വാപ്പയും മക്കളൊക്കെ ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും താമസിക്കുന്നത്. വാപ്പ എന്നും സിറ്റ് ഔട്ടിലെ ആ ഈസി ചെയറിൽ ചാരുകസേരയിൽ ചോര തുപ്പി ചമ്പ്രം പടിഞ്ഞ് ഇരിക്കുന്നുണ്ടാകും. ഈ മോന് വാപ്പാന്റെ മുന്നിൽ കൂടെ ഒരു 10-20 വട്ടം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാകും. നോ കമാൻഡ്സ്, നോ കമ്മ്യൂണിക്കേഷൻ. ഇതും വാപ്പ വിദൂരത്തായതിന്റെ തെളിവാണ്. അതേസമയം വാപ്പ വേറോടെങ്കിലുമാണ്, വാപ്പാനായിട്ട് ഭയങ്കര ബന്ധം സ്ഥാപിക്കുന്ന മക്കളുണ്ടാകും, അതിന് വാപ്പ വിദൂരത്ത് എന്ന് പറയൂല. അപ്പൊ അഖ്സാ അബാഹു എന്ന് പറഞ്ഞാൽ പിതാവിനെ വിദൂരത്താക്കുക എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് പിതാവിനെ കൽബിൽ നിന്ന് കുടിയിറക്കിയിട്ട് പുറത്ത് പടിയടച്ച് പിണ്ടം വെക്കുക. അതുണ്ടാകാൻ പാടില്ല. പിതാവ് നമ്മുടെ നാരായ പേരാൻ. ആ വാപ്പ അധ്വാനിച്ചപ്പോഴാണ് നമ്മളെ നിവർന്ന് നിന്നത്. +2 ഡിഗ്രിക്കൊക്കെ പഠിക്കണ നേരത്തെ ഇപ്പൊ 500 റുപ്യ ഫീസ് കൊടുക്കണം എന്ന് പറയുമ്പോ പോക്കറ്റ് കാലിയാണ്. പക്ഷെ പോക്കറ്റ് കാലിയായ വർത്താനല്ല നമ്മളോട് പറഞ്ഞത്.
നമ്മൾ മഗ്രിബിന് നേരത്തെ പോയി പറയണത് ഉപ്പ നാളെ നേരം വെളുക്കുമ്പോൾ ട്യൂഷൻ മാഷ കയ്യിലേക്ക് 500 റുപ്യ കൊടുക്കണം. ആയിക്കോട്ടെ മോനെ, എത്ര മണിക്കാ വേണ്ടത്? ഞാൻ 8:30 മണിക്കാണ് ഉപ്പ പോവുക. 7:30 മണിയായപ്പോൾ ചെരുപ്പ് പോലും ഇടാൻ മറന്നിട്ട് നമ്മളെ പൊന്നു ഉപ്പ അന്നത്തെ ദാരിദ്ര്യത്തിന്റെ പാരവശ്യത്തിൽ ചെരുപ്പ് പോലും ഇടാൻ മറന്നിട്ട് അയലക്കത്തെ മമ്മദ് ഖാന്റെ വീട്ടിലേക്ക് പോയിട്ട് സ്വകാര്യം പറയാണ്, മമ്മദേ ഒരു 500 റുപ്യ കടം വേണം, എൻ്റെ കുട്ടിക്ക് സ്കൂൾക്ക് കൊടുക്കാനാണ്. 7:30 മണിയായപ്പോൾ നമ്മുടെ ഉപ്പാന്റെ പോക്കറ്റിൽ 500 റുപ്യ ഉണ്ട്. 7:30 മണിക്ക് നമ്മളെ വാപ്പ നമ്മളെ +2 പഠിക്കണ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കാണ്, മോനെ എനിക്ക് 500 വേണ്ടടാ, എന്താ കണ്ടേ ഈ ഓർമ്മാക്കാത്തത്? ഉപ്പ ഐശ്വര്യമായിട്ട് എടുത്തു കൊടുക്കാൻ. എന്റെ മനസ്സിൽ എന്താണ് പറയുമ്പോഴേക്ക് ക്യാഷ്. അപ്പൊ നമ്മുടെയൊക്കെ പൂമുഖ വാതിൽക്കൽ ചിരിച്ചിരിക്കുന്നുണ്ടെങ്കിലും അകത്ത് ക്ഷോഭിക്കുന്ന കടലാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ മലയാള കവിത എനിക്ക് ഓർമ്മ വരികയാണ്. അകത്ത് ക്ഷോഭിക്കുന്ന കടലുണ്ടാകുമ്പോഴും പുറത്ത് ഊറി ഊറി ചിരിക്കുന്ന വാപ്പയെന്ന അഭിനേതാവിനേക്കാൾ വലിയ ഒരു ആക്ടർ, ഒരു അഭിനയ കലാചക്രവർത്തി ഒരു വെള്ളിത്തിരയിലും ഒരു ഓസ്കാർ അവാർഡിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. യഥാർത്ഥ ജീവിതത്തിൽ അഭിനയിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജന്മം, അത് സ്വന്തം നമ്മളെ ഉമ്മാനോട് പോലും ചിലപ്പോൾ വാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ല. ജീവിതത്തിന്റെ കടവും കള്ളിയും. കാരണം ഇനി അവര് കൂടി വിഷമിക്കണ്ട, എന്നിട്ട് അവരെ അറിയിക്കാതെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഒരു ഭാഗത്ത് ചെയ്തു കൊടുക്കുക, മറ്റൊരു ഭാഗത്ത് കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടുകയാണ്. എണ്ണയിട്ട യന്ത്രം പോലെ ഒരു മനുഷ്യൻ ഓടുകയാണ്. മലയാളത്തില് വളരെ പ്രാചീനമായ ഒരു കവിതയുണ്ട്. കുട്ടൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ, ഒരു മോനെ അച്ഛന്റെ മുന്നിൽ വന്നിട്ട് പറയാണ്. അപ്പൊ അച്ഛന് തൊഴിലൊന്നുമില്ല, അച്ഛന് ക്യാൻസർ രോഗിയാണ്, അതും ബ്ലഡ് ക്യാൻസറാണ്, രക്താർബുദാണ്. അച്ഛന് ശരീരം ഇങ്ങനെ മരവിച്ച് രക്തത്തിന് അർബുദം ഉണ്ടായി കഴിഞ്ഞാൽ ശരീരമൊക്കെ തണുക്കും. അങ്ങനെ തണുത്തുറച്ച മരവിച്ച ശരീരമായിട്ട് ഒരു ചാരുകസേരയിൽ അച്ഛൻ ഇങ്ങനെ ഇരിക്കുമ്പോ അച്ഛന്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാ പൈസയും കീമോ ചെയ്ത് തീർന്നിട്ടുണ്ട്. അപ്പൊ ഈ അച്ഛന്റെ മോനുണ്ട്, LP സ്കൂളിൽ പഠിക്കണ 6 വയസ്സുള്ള കുട്ടന്, 7 വയസ്സുള്ള കുട്ടന്. കുട്ടന്റെ അപ്പുറത്തുള്ള ജോസാണ്. ജോസിന്റെ മോന് ജോയി കുട്ടന്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ് ആണ്. ജോസ് വലിയ മുതലാളിയാണ്. അതുകൊണ്ട് ജോസിന്റെ വീട്ടില് നല്ല മൊഞ്ചുള്ള കാറൊക്കെ ഉണ്ട്. ആ കാർ ഇങ്ങനെ കണ്ടിട്ട് ഇടവഴിയിലൂടെ ഓടി വന്നിട്ട് കുട്ടൻ പറയുന്നൊരു വാക്കുണ്ട് അച്ഛനോട്, അച്ഛാ നമുക്കൊരു വെള്ള കാറ് വാങ്ങണം നമ്മളെ വീട്ടില്. അപ്പൊ അച്ഛന്റെ അവസ്ഥ എന്താണ്? ഇന്ന് ഉച്ചക്കത്തെ ചോറ് ഇട്ടിട്ടില്ല, ചോറിന് അരി ഇട്ടിട്ടില്ല എന്റെ ഭാര്യ, ഈ കുട്ടന്റെ അമ്മ. കാരണം അരി വാങ്ങാൻ പൈസ ഇല്ല. അയലക്കത്തെ കോയന്റെ അടുത്ത് പോയിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് 500 റുപ്യ വാങ്ങിയത്. ഇനി കോയന്റെ മൊത്തം വെക്കാൻ പറ്റുമോ? ഇനി വേറെ ആരോടാ ഞാൻ അരി വാങ്ങുക? മനോഹരമായി രംഗം മലയാളത്തിന്റെ കവി നമുക്ക് ചിത്രീകരിച്ചിട്ട് പാടിത്തരികയാണ്. കുട്ടൻ വന്നിട്ട് പറയുന്ന രംഗം, കാറുവാങ്ങണമച്ഛനെന്നോതും കിടാവിൻ്റെ മാറിലേ ചൂടാൽ ശീതം പോക്കി ഞാൻ ഇരിക്കുമ്പോൾ. കാറു വാങ്ങണമെന്നോതും കിടാവിന്റെ മാറിലെ ചൂടാൽ എന്ന് പറഞ്ഞാല് അവൻ ജോയിന്റെ വീട്ടിലെ കാറ് കണ്ടിട്ട് ഇടവഴിയിലൂടെ ഓടിക്കതച്ച് വരുമ്പോ ആ ചോരത്തളപ്പിന്റെ ചൂട് അവന്റെ മാറിടത്തിലുണ്ട്. എന്റെ ശരീരാണെങ്കിലോ ശീതം, തണുത്ത്. കാരണം ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ വന്നിട്ട് തണുത്ത് കിടക്കുകയാണ്. അപ്പൊ എന്റെ തണുത്ത ശരീരത്തിലേക്ക് കുപ്പായമിടാതെ ഇടവഴിയിലൂടെ ഓടിക്കതച്ചു വരുന്ന എന്റെ കുട്ടന്റെ ശരീരം കണ്ട് കിട്ടിയപ്പോ ഞാൻ കൂട്ടിപ്പിടിച്ചു, ചേർത്ത് പിടിച്ചു. അതാണ് കാറുവാങ്ങണമച്ഛനെന്നോതും കിടാവിൻ്റെ മാറിലേ ചൂടാൽ ശീതം പോക്കി ഞാൻ ഇരിക്കുമ്പോൾ. ഉണരി നേടാൻ വെമ്പിക്കിതക്കും പാദത്തോടൻ ഇന്ന് ഉച്ചക്ക് ചോറ് വെക്കാൻ അരിയില്ലാത്ത വിഷമത്തിൽ പ്രാണനുണ്ടുൾക്കണ്ട തൻ മുൾക്കിരീടത്തിൻ കീഴിൽ. നമ്മുടെ മലയാളക്കരയിലെ പല ഉപ്പമാരുടെയും അച്ഛന്മാരുടെയും അവസ്ഥ അതാണ്. വാട്സപ്പിൽ കളിക്കുന്ന, ഫേസ്ബുക്കിൽ കളിക്കുന്ന, ലഹരിയുമായിട്ട് ആറാട്ട് നടത്തുന്ന കൗമാരക്കാരായ യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ച കുഞ്ഞുമക്കൾക്ക് അറിയൂല പിതാവ് ചെയ്ത ത്യാഗം എത്രയാണ്. അവിടെയാണ് പരിശുദ്ധ റസൂല് പറയുന്നത്, അവസാന കാലഘട്ടം വരുമ്പോ എന്ത് വലിയ വിദ്യാഭ്യാസം ഉണ്ടായാലും ശരി, ആ വിദ്യാഭ്യാസത്തിലൂടെ സ്വന്തം പിതാവിനെ തിരിച്ചറിയാൻ മക്കൾക്ക് സാധ്യമല്ലാത്ത അന്ത്യനാളിന്റെ അടയാളം എന്റെ ഉമ്മത്തിന്റെ കുടുംബങ്ങളിൽ തലപൊക്കുന്നതാണ്. അതിൽ 4-മത്തതാണ് ഞാൻ ഒടുക്കം പറഞ്ഞ ഇത്ര കാലം അവനാക്കിയ കഷ്ടപ്പാടുകൾ അവൻ അറിയിക്കാത്ത അവന്റെ ഉപ്പയെ വയസ്സാം കാലത്ത് അവൻ ബഹിഷ്കരിക്കും.
മഅദനല്ലാഹ്, അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബ സംവിധാനത്തെയും ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികൾ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും അല്ലാഹു ഈ വിഷയത്തിലൊക്കെ നമുക്കൊരു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.